ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞൊരു പ്രഭാതം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മുടെ മോർണിംഗ് സർക്കിളിന്റെ 200ാമത്തെ ദിവസമാണല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു 200 ദിവസങ്ങളിലായിട്ട് നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയ ഒരു ബ്യൂട്ടിഫുൾ ജേണിയുടെ ഒരു ആഘോഷവേളയിലാണ് നമ്മളെല്ലാവരും ഇപ്പോഴും. അപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരെയും ഈ ഒരു ആഘോഷവേളയിലേക്ക്, ഒരു സെലിബ്രേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ നമ്മുടെ മോർണിംഗ് സർക്കിളിന്റെ ആരംഭം എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ ആണല്ലേ. അപ്പോൾ ആ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മോർണിംഗ് സർക്കിളിന്റെ ശ്വാസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് മെഡിറ്റേഷൻ തരാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് വിംബിൾ അക്കാദമിയിലെ മെഡിറ്റേഷൻ ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റെഫി മാം ആണ്. സ്റ്റെഫി മാമിനെ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സ്റ്റെഫി മാം, വെൽക്കം. താങ്ക് യു സജ്ന മാം. ഓക്കെ, ആദ്യം തന്നെ ഒരു വാക്ക് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാണ്. 200 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. അതുപോലെ ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്കും നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു വർഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു കുടക്കീഴിൽ നമ്മളെല്ലാവരും ഈ ഒരു സമയം, മോർണിംഗിൻ്റെ ഏറ്റവും എനർജറ്റിക് ആൻഡ് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഹവേഴ്സിൽ ഒരു കുടക്കീഴിൽ ഒരേ മനസ്സോടെ ഒരേ എനർജിയോടെ ഇവിടെ ആയിരിക്കുമ്പോൾ അതൊരു ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൂമെന്റ്സ് അല്ലെ. ഒരു സർക്കിൾ എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ്. ആൻഡ് അത് ഒരുപാട് മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നമുക്ക് പതുക്കെ ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി എൻഹാൻസ് ചെയ്യാനായിട്ടും അതുപോലെ ഈ ഒരു പ്രഭാതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ആസ്വദിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കണ്ണുകൾ പതുക്കെ അടക്കുക. ശരീരത്തെ ഏറ്റവും റിലാക്സ് ചെയ്ത് വളരെ കംഫർട്ടബിളായി ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഫലം കൊടുക്കാതെ എത്രത്തോളം റിലാക്സ് ചെയ്തിരിക്കാനായി സാധിക്കുമോ അത്രമാത്രം ശരീരത്തെ റിലാക്സ് ചെയ്യുക. പതുക്കെ ദീർഘമായ ശ്വാസത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഓരോ ദീർഘശ്വാസം എടുക്കുമ്പോഴും ശരീരം ആഴത്തിൽ റിലാക്സ് ആകുന്നു എന്ന് തിരിച്ചറിയുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ മൂക്കിലൂടെ ആ ആഴത്തിലുള്ള ശ്വാസം കയറുന്നതായും ശ്വാസനാളം വഴി ശ്വാസകോശത്തോളം അത് എത്തുന്നതായും തിരിച്ചറിയുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഈ പ്രഭാതത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ഓരോ ശ്വാസവും ഇപ്പോഴും നിങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാകുന്നു. ആ ശ്വാസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അത്രമാത്രം സമർപ്പണത്തോടു കൂടി ഓരോ ദീർഘശ്വാസവും എടുക്കുക. ഇപ്പോഴും ഒരു പുതിയ ദിവസം, ഒരു പുതിയ അവസരം, ഒരു പുതിയ ജീവിതം എനിക്കായി നൽകപ്പെട്ടിരിക്കുന്നു. അതിനായി ഏറ്റവും നന്ദി പറയുക. റിലാക്സ് യുവർ ബോഡി. ആ ഒരു റിലാക്സേഷൻ പതുക്കെ നിങ്ങളുടെ അവബോധം നിങ്ങളുടെ ശിരസിലേക്ക് കൊണ്ടുവരിക. തുടർന്ന് റിലാക്സ് യുവർ ഐ മസിൽസ്, യുവർ ഫേഷ്യൽ മസിൽസ്. റിലാക്സ് യുവർ ബോത്ത് ഷോൾഡേഴ്സ്, your hands, fingers, then to your chest. Relax your belly, your both legs. Relax your entire body. Imagine നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹിൽ സൈഡിൽ നിൽക്കുന്നതായി സങ്കല്പിക്കുക. വളരെ പ്ലസന്റ് ആയ മോർണിംഗ് ഹവർ, പ്രഭാതത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ആ ഒരു നിമിഷങ്ങളിൽ നിങ്ങൾ അവിടെ ആയിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക.
വളരെ പ്ലസൻ്റായ ഒരു അറ്റ്മോസ്ഫിയർ, മൃദുലമായ ഒരു ഇളം കാറ്റ് നിങ്ങളുടെ തലമുടിയെ തഴുകിക്കൊണ്ട് കടന്നു പോകുന്നതായി തിരിച്ചറിയുക. ആ ഒരു അനുഭൂതിയിലേക്ക് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കൊണ്ടുപോവുക. ആ ഇളം കാറ്റ് നിങ്ങളെ തഴുകി തലോടി കടന്നു പോകുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാം. പതുക്കെ സങ്കൽപ്പിക്കുക, ഏറ്റവും മനോഹരമായ ആ സൂര്യോദയം നിങ്ങളുടെ കണ്ണുകളിലേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കുക. ഏറ്റവും പീസ്ഫുള്ളായ, പ്ലസൻ്റായ ആ ഒരു പ്രഭാതത്തിൻ്റെ നിമിഷങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓരോ സൂര്യകിരണങ്ങളും നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും പതിച്ചുകൊണ്ടേയിരിക്കുന്നതായി സങ്കല്പിക്കുക. സൂര്യൻ്റെ ഓരോ പ്രഭാകിരണവും നിങ്ങളുടെ മുഖത്തേക്ക് പതുക്കെ പതിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ മുഖവും ശരീരവും പതുക്കെ ആ ഒരു പ്രകാശത്താൽ തിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും തിളക്കമാർന്ന സൂര്യൻ നിങ്ങളാകുന്നു എന്ന് സങ്കല്പിക്കുക. ആ സൂര്യകിരണങ്ങളെ പൂർണ്ണമായും നിങ്ങളുടെ ശരീരത്തിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലുവാനായി അനുവദിക്കുക. ഓരോ അംശത്തിലും ആ പ്രകാശത്തെ പൂർണ്ണമായി ആഗിരണം ചെയ്യുക. നിങ്ങളുടെ മുഖവും ശരീരവും ആ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നു. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഷൈൻ ആകാൻ വേണ്ടി ആ പ്രകാശത്തെ നിങ്ങൾക്കാവോളം ആഗിരണം ചെയ്യുക. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടു ചെല്ലാൻ ഈ ഊർജം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഒരു തവണ കൂടി ആ പ്രഭാത സൂര്യനിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക. ആ സൂര്യൻ എത്രമാത്രം തിളക്കത്തോടെ ആയിരിക്കുന്നു, ഈ ദിവസങ്ങളിലെല്ലാം അത്രയും തിളക്കത്തോടായി മാറുവാനായിട്ട് നിങ്ങൾക്കും സാധിക്കട്ടെ. തുടർന്ന് ദീർഘമായ ശ്വാസമെടുത്ത് ശരീരത്തെ റിലാക്സ് ചെയ്യുക. Take a deep breath. Breathe out. Once more, take a deep breath and breathe out. സമയമെടുത്ത് മുഖത്ത് നല്ലൊരു പ്ലസൻ്റായ സ്മൈലോടുകൂടി കണ്ണുകൾ തുറക്കുക. 5, 4, 3, 2 and 1. Gently open your eyes. താങ്ക് യു സ്റ്റെഫി മാം. സ്റ്റെഫി മാം നമ്മളെ വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂഡിലേക്ക് കൊണ്ടുപോയി. താങ്ക് യു സോ മച്ച്. നൗ ഐ ഇൻവൈറ്റ് നമ്മുടെ വിംബിൾ അക്കാദമിയിലെ ഫൗണ്ടറും മാസ്റ്റർ ട്രെയിനറും സൈക്കോളജിസ്റ്റും ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മെന്ററുമായിട്ടുള്ള ഫൈസൽ CA സാറിനെ ഒരു ഓപ്പണിംഗ് ടോക്കിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. ഹലോ, ഗുഡ് മോർണിംഗ്. Good morning, sir. Good morning, sir. Good morning, sir. ഗുഡ് മോർണിംഗ്. Good morning, sir. ഗുഡ് മോർണിംഗ്. വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു 200ാമത്തെ എപ്പിസോഡിൽ നമുക്കെല്ലാവർക്കും സംബന്ധിക്കാൻ പറ്റിയതിലുള്ള അതിയായ സന്തോഷവും സ്നേഹവും ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയപ്പോൾ ഒരുപക്ഷെ അന്ന് അതിന്റെ ചർച്ചയിലുണ്ടായിരുന്ന ആരും തന്നെ ഒരുപക്ഷെ ഇങ്ങനെ ഒരു 200ാമത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ എന്നിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള 200 ദിവസങ്ങൾ നമുക്ക് ഈ ഒരു പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അറ്റോമിക് ഹാബിറ്റ്സിൽ ജെയിംസ് ക്ലിയർ ഒക്കെ പറയുന്നത് പോലെ തന്നെ
ചെറിയ ചെറിയ ശീലങ്ങൾ അതല്ലെങ്കിൽ ചെറിയ സ്റ്റെപ്പുകളാണ് നമുക്ക് അടുത്ത ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. വലിയ സ്റ്റെപ്പുകളെ കുറിച്ച് ആലോചിച്ച് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെക്കുന്നത് പോലെ അതിനപ്പുറത്തേക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, നമുക്കൊരു കല്ലെടുത്ത് മാറ്റാൻ പറ്റുകയാണെങ്കിൽ അത് മതി. വലിയ പാറക്കല്ല് മാറ്റണ്ട, ചെറിയ ചെറിയ പൊട്ടിക്കിടക്കുന്ന കഷ്ണങ്ങൾ എടുത്ത് മാറ്റാനാണോ നമുക്ക് പറ്റുന്നത്, അതാണ് നമുക്ക് ആദ്യമേ ചെയ്തു തുടങ്ങേണ്ടത്. അപ്പൊ ആ രീതിയിൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനെയും, വിശേഷിച്ചും സജന മാം ഉൾപ്പെടെയുള്ള, അതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള സജന മാം ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ ഈ ഒരു ദിവസം ട്രെയിനിങ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ട്രെയിനേഴ്സിനെയും ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്. വിംബിൾ അക്കാദമി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അതിന്റെ സ്റ്റാർട്ടിങ് മുതലേ ഉള്ള ഒത്തിരി ആളുകൾ ഒരുപക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും. ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ ഈ ഒരു അക്കാദമി നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും ഒരാളെയും നമ്മൾ പറഞ്ഞു വിടാതെയുമാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു കോഴ്സ് എടുക്കുക, അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് വരിക എന്ന് പറഞ്ഞതിന് ശേഷം ആ കോഴ്സോ ആ ഒരു പ്രവർത്തനമോ കഴിഞ്ഞാൽ അവരെ പറഞ്ഞു വിടുന്ന ഒരു രീതിയിലല്ല നമ്മൾ ഇവിടെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ആരെയും പറഞ്ഞു വിടാനും സാധിക്കില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചേർത്ത് പിടിക്കുന്നതിലും അതേപോലെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വെട്ടിക്കളയാനും അതേപോലെ തന്നെ മാറ്റി നിർത്താനും ഒക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഒരാളെ ഇറക്കി വിടാൻ വളരെ എളുപ്പമാണ്, അയാളെ കൊണ്ടുപോയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ്. നമ്മൾ മീറ്റിങ്ങുകളിലൊക്കെ അറിയാലോ, നമ്മൾ നാട്ടിലെ മീറ്റിങ്ങുകളൊക്കെ അടക്കുമ്പോൾ നമ്മൾ പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മീറ്റിങ്ങിന് വന്നെങ്കിൽ അയാളെ പിടിച്ച് പുറത്താക്കണം എന്ന് പറയും. ഇങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ആരെ നമുക്ക് ഇറക്കി വിടാം, ആരെ നമുക്ക് പിണക്കി വിടാം എന്നൊക്കെയായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരാളെ നമുക്ക് എങ്ങനെ നമുക്ക് മാക്സിമം ആളെ പൊട്ടൻഷ്യലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും, ആളെ എങ്ങനെ നമുക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും, ആളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും, ആളെ എങ്ങനെ സംസ്കരിക്കാൻ പറ്റും, ആളുകളെ കഴിവുകൾ എങ്ങനെ നമുക്ക് ഉയർത്താൻ പറ്റും, അതിനെങ്ങനെ നമുക്ക് വിനിയോഗിക്കാൻ പറ്റും, അതിനെ പ്രകടിപ്പിക്കാൻ നമുക്ക് എങ്ങനെ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കാൻ പറ്റും എന്നതിൽ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നിടത്ത് നമ്മുടെ മനോഹരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ അക്കാദമിയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഇത്തരത്തിൽ പറയാനും സംസാരിക്കാനും കണക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവസരങ്ങൾ ഉണ്ടാകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രെയിനേഴ്സ് ടോക്ക് ആയാലും മോർണിംഗ് സർക്കിൾ ആയാലും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഒരുക്കാൻ കാരണമായിട്ടുള്ളത്. നമ്മള് മനുഷ്യന്മാരാണ്, നമുക്ക് മനുഷ്യന്മാരുമായിട്ട് കണക്ട് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മനുഷ്യന്മാരെ നമ്മളെ ഇഷ്ടപ്പെടണം. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ട് അവനെ ഉയർത്തിക്കൊണ്ടു പോകാൻ പറ്റും. ഏറ്റവും നന്നാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സ്വഭാവത്തെ, അവന്റെ വാക്കുകളെ, അവന്റെ പ്രയോഗങ്ങളെ, അവന്റെ ഇടപെടലുകളെ എല്ലാം ഓരോ ദിവസവും നമുക്ക് അതിന്റെ മനോഹാരിതയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇന്നുള്ള എന്നിൽ നിന്ന് നാളെയും മറ്റന്നാളും അതല്ലെങ്കിൽ ഒരു 10 ദിവസവും കഴിഞ്ഞിട്ടുള്ള എന്നിലേക്കുള്ള ഒരു മാറ്റം നിർബന്ധമായിട്ടും ഉണ്ടാകണം. എൻ്റെ അറിവിലാകാം, കഴിവിലാകാം, എൻ്റെ സമീപനത്തിലോ ഇടപെടലുകളിലോ ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ ഓരോ ദിവസവും അനുദിവസവും നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മളിൽ രൂപപ്പെടണം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ലീഡർ ആയിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വളരുന്നതിനോടൊപ്പം നമ്മുടെ ചുറ്റുപാടും നമുക്ക് വളർത്താൻ പറ്റണം. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നിടത്താണ് നമുക്കൊരു ലീഡർഷിപ്പ് രൂപപ്പെടുന്നത്.
അപ്പൊ നമ്മൾ വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകൾ അവരെവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് നമുക്ക് കൈപിടിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ പറ്റണം. അവിടെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ പറ്റുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ചെറിയ ജീവിതം മാത്രമായിരിക്കും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ചിലപ്പോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു 100ഓ 1000ഓ മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് കൂടി നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ചും നമുക്ക് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് ജീവിതത്തെ നമുക്ക് തൊടാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഒരുപാട് ജീവിതങ്ങൾ ജീവിച്ചു തീർത്ത അനുഭവം ഉണ്ടാക്കാൻ പറ്റുക. നമ്മുടെ ജീവിതത്തെ മാത്രം തൊടുമ്പോൾ നമ്മൾ ഒരൊറ്റ ജീവിതം മാത്രമേ ജീവിക്കുന്നുള്ളൂ. പക്ഷെ ആയിരക്കണക്കായിട്ടുള്ള മനുഷ്യരെ, അവരുടെ ജീവിതത്തെ, അവരുടെ അനുഭവങ്ങളെ, അവരുടെ പ്രയാസങ്ങളെ, അവരുടെ സന്തോഷങ്ങളെ നമുക്ക് തൊടാൻ പറ്റുമ്പോൾ അവരുടെ എല്ലാം ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുന്നു. അപ്പോ ഒരൊറ്റ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കുന്നതിനേക്കാൾ ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കാൻ പറ്റിയ സുഹൃതത്തിലേക്കും അതിന്റെ അനുഭവ സമ്പത്തിലേക്കും നമുക്ക് പോകാൻ പറ്റണം. അതിന് നമ്മളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം. നമ്മൾ എന്ന മനുഷ്യനിലേക്ക് നമ്മളെ തളച്ചിടുമ്പോൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് എത്താൻ സാധിക്കും. നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുന്നത് എപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. നമുക്ക് കണക്ട് ചെയ്യാതെ, സംസാരിക്കാതെ, കേൾക്കാതെ, അവരുമായിട്ട് കൂടിച്ചേരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് മനുഷ്യന്മാരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഓരോ ദിവസവും നമുക്ക് പുതിയ മനുഷ്യന്മാരെ പരിചയപ്പെടാൻ നമുക്ക് സാധിക്കണം. ഒരു ദിവസം പുതിയ ഒരാളെയെങ്കിലും പരിചയപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അതിലെന്തോ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. പുതിയ ആളുകളെ നമ്മൾ പരിചയപ്പെടുക, പഴയ ബന്ധങ്ങളെ നമ്മൾ പുതുക്കുക. ആരുമായിട്ടും നമുക്ക് പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യുമ്പോൾ, നമ്മളെ പരിവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കയറിച്ചെല്ലാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാവരുടെയും ഹൃദയ കവാടങ്ങളെ തൊടാൻ എല്ലാവരുടെ ഹൃദയത്തിലും എല്ലാവരും ഉണ്ടാവില്ല. അപൂർവം ചില ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഹൃദയത്തെ സ്പർശിച്ച, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്ന, അവരെ ഏതെങ്കിലും സന്നിഗ്ധ ഘട്ടത്തില് സഹായിച്ചവര് മാത്രമായിരിക്കും അവരുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ആയതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് യാത്ര ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമുക്ക് തങ്ങി നിൽക്കാൻ പറ്റണം. അത്തരത്തിലുള്ള ഇടപെടലുകൾ, നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഇടപെടലുകൾ നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാൻ സാധിക്കണം. അത്തരത്തിൽ നമ്മൾ പരുവപ്പെടുത്തുന്ന, നമ്മളിൽ നിന്ന് ഇറക്കി വിടുന്ന, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുതിയ തലങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. അതിനുള്ള ഒരു എനർജിയും ഊർജവും ഗൈഡൻസും എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം. വിംബിൾ അക്കാദമിയിൽ വന്നതിന് ശേഷം നിങ്ങൾ ഒരു കോഴ്സ് എടുത്തല്ല തിരിച്ചു പോകേണ്ടത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ന് പറയുന്ന മനുഷ്യന്റെ പൊട്ടൻഷ്യലിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സംരംഭങ്ങളിലേക്കും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളിലേക്കും നിങ്ങൾ പോകണം. മോർണിംഗ് സർക്കിൾ ഒരു ആശയമായിരുന്നു. ആ ആശയത്തെ ഒരു പ്രസ്ഥാനമായി രൂപപ്പെട്ടത് നിങ്ങൾ ഓരോരുത്തരും കണ്ടു. അത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ്. ഇത്തരം പ്രവർത്തനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ഇത്തരം പ്രവർത്തനങ്ങളെ നിങ്ങൾ റോൾ മോഡൽ ആക്കിക്കൊണ്ടും നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ ആശയമായിരിക്കാം. ആ ആശയത്തെ നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തുടങ്ങി അതിനെ ഒരു വലിയ സംരംഭമോ ആശയമോ പ്രസ്ഥാനമോ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നിടത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അത് അങ്ങനെ വിജയിക്കുമെന്ന് ഈ മോർണിംഗ് സർക്കിളും ഈ വിംബിൾ അക്കാദമിയും ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും അത്തരത്തിലേക്ക് ഉയരുകയും വളരുകയും ഒപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം.
ഈ ഒരു കൂട്ടായ്മ നൽകുന്ന ആനന്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എവിടെ ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വളരാനും ഉയരാനും ഒക്കെ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. ഈ ഒരു സമയത്ത് ഇതിന്റെ തുടക്ക സമയത്ത്, മോർണിംഗ് സർക്കിളിന്റെ തുടക്ക സമയത്ത് ആകെ കുറഞ്ഞ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 7 പേരോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇത് തുടങ്ങിയതിന്റെ ആശയം പങ്കുവെച്ചത് ഐഷ, അനോദ്, ഫാസിൽ അവരായിരുന്നു. നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ടീമിൽപ്പെട്ട മാം ആയിരുന്നു. അവരായിരുന്നു ഈ ഒരു ആശയം പങ്കുവെച്ചത്. ആ ആശയത്തെ തുടർന്നുണ്ടായിട്ടുള്ള ചർച്ചകൾ, ആ ചർച്ചകളിൽ ഞാനുണ്ടായിരുന്നു, സജ്ന മുസ്തഫ മാം ഉണ്ടായിരുന്നു, നിസാബ് സാർ ഉണ്ടായിരുന്നു, ജാസ്മിൻ മാം ഉണ്ടായിരുന്നു, ഷീബ മാം ഉണ്ടായിരുന്നു, ഷൈഷാദ മാം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ചു പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 7-8 പേരൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും, ആഴ്ചയിൽ ഓരോ ദിവസവും ക്ലാസ് എടുക്കാം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കിന്ന് ഏകദേശം 50ഓ അതിലധികമോ ട്രെയിനർമാർ ഈ ഒരു മോർണിംഗ് സർക്കിളിൽ ക്ലാസ് എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന്റെ പിക്ചേഴ്സ് ഒക്കെ വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിലേക്കൊക്കെ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ഇനിയും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്ക് സംഘടിപ്പിക്കണം. മോർണിംഗ് സർക്കിൾ എന്നതിനപ്പുറത്തേക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഒരുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോ അതിലൊക്കെ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും നമ്മൾ അക്കാദമിയുടെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ സഹകരണങ്ങളും ഇനിയും ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ഏറ്റവും മനോഹരമായിട്ട് നയിച്ചു കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട സജ്ന മാമിനെ ഒരിക്കൽ കൂടി ഈ ഒരു സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യാൻ, അഭിനന്ദിക്കാൻ ഈ ഒരു സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതില് നമുക്ക് ട്രെയിനിങ് എടുത്തു തരുന്ന ട്രെയിനേഴ്സ്, നിരന്തരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട മെമ്പേഴ്സ്, പങ്കെടുക്കുന്നില്ല എന്ന് ഇല്ലെങ്കിൽ കൂടി ആ ഗ്രൂപ്പിൽ നിലനിന്ന് സപ്പോർട്ട് ചെയ്ത് സ്റ്റാറ്റസുകൾ കണ്ട് പോസ്റ്റുകൾ കണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ്, ഇങ്ങനെ തുടങ്ങി ഇതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സന്തോഷവും സ്നേഹവും എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് ഈ ഒരു സംസാരം ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. ഒരിക്കൽ കൂടി സന്തോഷം, സ്നേഹം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫൈസൽ സാർ ഫോർ വണ്ടർഫുൾ സ്പീച്ച്. അടുത്തത് നമ്മളുടെ 200ാമത്തെ എപ്പിസോഡിന്റെ ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് എന്ന് പറയുന്ന പോഡ്കാസ്റ്റ് ആണ്. ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മളോടൊപ്പം ഉള്ളത് അവർ ബിലവ്ഡ് അർച്ചന മാം, റൌഫ് സർ, സാഹിർ മുഹമ്മദ് സർ ആൻഡ് മൈസെൽഫ് സജ്ന മുസ്തഫ. അപ്പോ ഈ ഒരു പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് സാഹിർ മുഹമ്മദ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. Good morning. Good morning. Good morning. Good morning, Sahil sir. Good morning, sir. ഞാനും ഫേസ് വളരെ സന്തോഷത്തിലാണ് അല്ലെ. നമ്മുടെ ഒരു യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 200ലേക്ക് എത്തി നിൽക്കുകയാണ്. സോ എന്നെ അറിയാത്തവർക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സാഹിർ മുഹമ്മദ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ മാവിലാടം എന്ന സ്വദേശത്താണ്. ഇപ്പൊ ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ കൗൺസിലർ പ്ലസ് ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരെയും നമ്മുടെ ഈ ഒരു ഓൺലൈൻ പോഡ്കാസ്റ്റിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. നമുക്കറിയാം, നമ്മുടെ മോർണിംഗ് സർക്കിൾ ഇന്ന് 200ാമത്തെ എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏതൊരു യാത്രയും അതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവും. അത് തുടങ്ങുന്നത് തന്നെ മനോഹരമായ മാത്രമേ അതിൻ്റെ അവസാനം എന്ന് പറയുന്നതും മനോഹരമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് 200ലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയൊരു രംഗം ഉണ്ടാവും. അല്ലെങ്കിൽ ഫൈസൽ സാറ് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഈ യാത്ര എന്താണ്, എങ്ങനെയാണെന്ന് അറിയാൻ നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലെ. കാരണം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. പലപ്പോഴും പല സംവിധാനങ്ങളും തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഓൺലൈനിൽ. എന്നാൽ രാവിലെ 5:30 എല്ലാവരും എഴുന്നേറ്റ് വന്ന് ആ ഒരു പോസിറ്റീവ് എനർജി പരസ്പരം കൈമാറിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ട് ജൈത്രയാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ കൂടെയുള്ള 3 ട്രെയിനേഴ്സ്
ഇന്ന് എന്റെ പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാണ്. അപ്പോൾ സജന മാമിനോടാണ്, നേരത്തെ പറഞ്ഞല്ലോ സജന മാമാണ് ഇതിന്റെ ഒരു കപ്പിത്താൻ എന്ന് പറയാം, വളയം പിടിക്കുന്ന ഒരു കപ്പിത്താൻ എന്ന് പറയാം. എന്റെയൊക്കെ ഓർമ്മയില് ഞങ്ങളൊക്കെ ഒരു മോർണിംഗ് സർക്കിളിന്റെ ഒരു സെഷൻ ഏറ്റെടുത്തു കഴിഞ്ഞാല് അന്ന് മൊത്തം സജന മാം നമ്മളെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ രാവിലെ ഒരു മിസ് കോൾ അടിച്ച് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് ആ ഒരു ഏറ്റെടുത്ത ഉത്തരവാദിത്തം പൂർണ്ണമാക്കുന്നത് വരെ അതിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സജന മാമിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സജന മാമിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും പ്രേക്ഷകരെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, 1 നിന്ന് 200 എത്തി നിൽക്കുന്ന ഈ ഒരു ജൈത്രയാത്ര, അത് ചുരുങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകരെ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ, എങ്ങനെയായിരുന്നു നമ്മുടെ യാത്ര? അതുപോലെ തന്നെ 200 എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുമ്പോൾ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, എന്നാലും അതിലും പ്രീഷ്യസ് ആയിട്ട് ഒരു അനുഭവം എന്തായാലും, ഒരു മുഹൂർത്തം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് സജന മാം ഒന്ന് പറയാവോ? ഇതിന്റെ ഒരു തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത്, ഈ ഒരു ഡിസംബർ മന്തില് ഒരു വെക്കേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ട്രെയിനേഴ്സ് കൂടിയിട്ട്. ഫൈസൽ സാർ നേരത്തെ കുറച്ച് പേരുടെ പേരൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നമ്മള് അങ്ങനെ ഒരു 10 പേരുണ്ടായിരുന്നു. ഞങ്ങളൊരു വെക്കേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കായിട്ട് 3 വയസ്സ് മുതൽ അവിടെ നിന്ന് മേലേക്കുള്ള +2 വരെയുള്ള കുട്ടികൾക്കായിട്ടൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് വെക്കേഷൻ ആയിരുന്നു അത്. അതൊരു 5 ഡേയ്സിന്റെ ഒരു ക്യാമ്പായിരുന്നു. അതിന്റെ ഒരു പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് അവരുടെ മാനസികാരോഗ്യം, ചിന്താശേഷി, അതുപോലെ തന്നെ ക്രിയാത്മകത, ആർട്ട്, ഫണ്ണ്, അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നു ഈ ഒരു വെക്കേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്യാമ്പ് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് ചെയ്തു. ഒരുപാട് നല്ല ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടി. അങ്ങനെ ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഓഫ്ലൈൻ ടീച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടെ ഓൺലൈനായിട്ട് ഞാൻ അങ്ങനെ ഒരു സെഷൻ ഒന്നും എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ ഒരു ക്യാമ്പിൽ എനിക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി. അതൊരു പെയ്ഡ് കോഴ്സ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു പെയ്ഡ് കോഴ്സ് ചെയ്തത് അതായിരുന്നു, ഓൺലൈനായിട്ട് അങ്ങനെ ചെയ്തത്. അപ്പൊ അത് ഭയങ്കര കോൺഫിഡൻസ് ആയി. ആ ഒരു വെക്കേഷൻ ക്യാമ്പ് 5 ഡേയ്സ്, കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട് ആ വെക്കേഷൻ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. 5 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി. അപ്പൊ ഒരുപാട് ചർച്ചകൾ, ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ചർച്ചകളായിരുന്നു എപ്പോഴും. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ടാണ് ഞാൻ വിമ്പിൾ അക്കാദമിയിൽ ഹാൻഡ് റൈറ്റിംഗിന്റെ കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും അത് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോ അങ്ങനെ അന്ന് വന്ന ചർച്ചയിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ള ചർച്ചകളായിരുന്നു അപ്പോഴാ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചർച്ചയില് നമ്മുടെ സാർ നേരത്തെ പറഞ്ഞിരുന്നു, ആയിഷ മാം കൊണ്ടുവന്ന ഒരു ആശയമാണ്, നമുക്ക് ഇങ്ങനെ ഒരു രാവിലെ ഒരു മോർണിംഗ് സർക്കിൾ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്താലോ, അതായത് മോർണിംഗിൽ ഒരു സംഭവം ചെയ്താലോ എന്നൊക്കെ ഉള്ളൊരു തോട്ട് പറഞ്ഞത് ആയിഷ മാം ആയിരുന്നു. അപ്പൊ അത് എല്ലാ ട്രെയിനേഴ്സും, ഞങ്ങൾ ആ ഒരു 5-10 പേരുണ്ടായിരുന്നല്ലോ, അപ്പൊ നമ്മളെല്ലാവരും അത് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം, നമുക്ക് മാറി മാറി ക്ലാസ്സുകളൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളതങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോ അത് തുടക്കത്തില് ആയിഷ മാം ആയിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്തിരുന്നത്. തുടക്കത്തിൽ സാർ പറഞ്ഞ പോലെ തന്നെ വളരെ കുറവ് ആളുകളുണ്ട്. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അത് പബ്ലിക്കിന് വേണ്ടിയിട്ട്, അതിലും വളരെ കുറവ് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോഴായാലും 5-ൽ താഴേക്കാണ് തുടക്കത്തിൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നത്. പിന്നെ അതങ്ങനെ കൂടിക്കൂടി വന്ന് ഈ ഒരു ഇതിലായി. അപ്പൊ ആയിഷ മാം അന്ന് ഫസ്റ്റ് അത് ഏറ്റെടുത്തിട്ട്, പിന്നെ ആയിഷ മാം എനിക്ക് തോന്നുന്ന ഒരു 2 വീക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മാമിന് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അസൗകര്യങ്ങൾ വന്നപ്പോ പിന്നെ എനിക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ആ ഒരു സംഭവം ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി വന്നപ്പോ എനിക്ക് സത്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു ഏറ്റെടുക്കാനായിട്ട്. കാരണം രാവിലത്തെ ടൈം ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ, പിന്നെ എനിക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ മോർണിംഗിലുണ്ട്, പിന്നെ സ്കൂളും കാര്യങ്ങളും, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളും പണികളും ഒക്കെ ആയിട്ട് എനിക്ക് പറ്റുമോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ രാവിലെ സംഭവം ഞാൻ നേരത്തെ എഴുന്നേക്കും, എന്നാലും ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ആവുമ്പോൾ അലാറൊക്കെ വെക്കും, കറക്റ്റ് ടൈമിലൊക്കെ എണീക്കാറുണ്ട്. അതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഒരു ദിവസം എഴുന്നേറ്റില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ടെൻഷൻ എനിക്ക്. ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയാലോ, എന്താവും അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ ഏറ്റെടുത്തപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനത് ചെയ്ത് തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് അലാറത്തിന്റെ ഒരൊന്നും ആവശ്യമില്ല. ഞാൻ രാത്രിയിൽ സാറ് പറയുന്ന പോലെ തന്നെ പിറ്റേ ദിവസം എടുക്കേണ്ട ട്രെയിനറിനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ അടിപൊളി അടിപൊളി. നേരത്തെ മെസ്സേജ് ഇടുകയും ചെയ്തു.
ഒന്ന് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ മെസ്സേജ് ഇടും. അങ്ങനെ ആ ഒരു എന്താ പറയാ, എല്ലാ മോർണിംഗ് സർക്കിൾ സ്റ്റാർട്ട് ചെയ്തപ്പോ എല്ലാ മോർണിംഗ് സർക്കിൾ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത്. അപ്പൊ രാവിലെ എനിക്ക് അലാറത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ കറക്റ്റ് ടൈം ആവുമ്പോ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാണ്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സത്യം പറഞ്ഞാല് എന്റെ ലൈഫിൽ തന്നെ ഭയങ്കര ഒരു ഡിസിപ്ലിൻ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാര്യം, ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാത്തിൽ നിന്നും ഇങ്ങനെ പിന്നോട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. മോർണിംഗ് സർക്കിളിന്റെ ക്ലാസ്സുകളിലൊക്കെ എല്ലാവർക്കും പറയാറുണ്ട്, ഞാൻ കുറച്ച് ധൈര്യം കൊടുക്കാറുണ്ട്, ഞാൻ പണ്ട് ഇങ്ങനെ ഇരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു സംഭവം ചെയ്തു തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, എന്റെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻ വന്നു എന്നുള്ളതാണ് മൊത്തത്തില്. ആ ഒരു മോർണിംഗിൽ നമ്മളൊരു കാര്യം ചെയ്യുക, ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യാന്ന് പറയുന്നത്, ആ ദിവസം മുഴുവനും നമുക്ക് അതിന്റെ ആ ഒരു എനർജി നമുക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് ശരിക്കും എന്താണ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഒരു ദിവസം ചിലപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്, അത് മിസ്സായല്ലോ എന്നുള്ള ആ ഒരു വിഷമമാണ്. പക്ഷെ വേറൊരു കാര്യത്തിന് എനിക്ക് വിഷമില്ല. പക്ഷെ മോർണിംഗ് സർക്കിൾ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് എടുക്കാൻ പറ്റിയ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലൊക്കെ അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ എന്താ പറയാ, പാഷനും കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മോർണിംഗ് സർക്കിൾ ഹാൻഡിൽ ചെയ്തോണ്ട് പോകുന്നത്. പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതാണ് കേട്ടോ. അതും കൂടിയാണ്. എന്റെ ഒരു പാഷൻ മാത്രമല്ല, നമുക്ക് ഒരുപാട് പേരുടെ, ഒരുപാട് ട്രെയിനേഴ്സ്, ഒരുപാട് നല്ല കണക്ഷൻസ് ഉണ്ടായി. അതുപോലെ നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ കാര്യം പറയാൻ എന്താ പറയാ, വാക്കുകളില്ല. അത്രയും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ പാർട്ടിസിപ്പൻസ് ആണ് മോർണിംഗ് സർക്കിളിന്റെ രാവിലത്തെ ആ ഒരു ടീം എന്ന് പറയുന്നത്. നമ്മുടെ ഗോപി മാം, അതുപോലെ തന്നെ ചന്ദ്ര മാം, സൂസൻ മാം, ഹാലിദ് സർ, അവരെയൊക്കെ കാണുമ്പോൾ, സീന മാം, എല്ലാം നമ്മുടെ വീട്ടിലെ മൂത്ത ഒരു സിസ്റ്റർ, അങ്ങനെ ഒരു ഫീൽ തോന്നുന്നു. അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ ഭയങ്കര എന്താ പറയാ, അത് കേൾക്കാണ്ട് പറ്റില്ല അവരുടെ സൗണ്ട് രാവിലത്തേക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ എത്തിയേക്കാണ്. അപ്പോ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് പേർക്ക് എനിക്ക് പേഴ്സണലി പലരും മെസ്സേജ് ചെയ്യാറുണ്ട്, പാർട്ടിസിപ്പൻസ് ആയാലും ട്രെയിനേഴ്സ് ആയാലും. മോർണിംഗ് സർക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വൈബ് തന്നെയാണെന്ന് അവര് പറയാറുണ്ട്. പിന്നെ ഇത്രയും നാളിങ്ങനെയൊക്കെ എല്ലാവരുടെ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റി. അപ്പൊ ഇനിയും ഒരുപാട് നൂറുകളും ആയിരങ്ങളും ഒക്കെ കടന്നു പോകട്ടെ നമ്മുടെ മോർണിംഗ് സർക്കിൾ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് ഇനിയും കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഓൾ. ഓക്കെ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അനു ഫൈസി മാം, അതുപോലെ തന്നെ ഫൈസൽ സാർ, ജാസ്മിൻ മാം, സജന മാം, ഇവർ കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു ആശയം പങ്കുവെക്കാണ് അല്ലെ. ഒരു ആശയം പങ്കുവെച്ചിട്ട് എനിക്ക് തോന്നുന്നു അനു ഫൈസി മാമിനൊരു തോന്നിയതാവാം, ഇത് റൈറ്റ് ഹാൻഡിലേക്ക് ഇത് കൊടുക്കണം, ഇത് ഏൽപ്പിക്കണം, സെക്യൂർ ആയിട്ട് ഏൽപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ആ സജന മാമിന്റെ കയ്യിൽ എത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ 200 എപ്പിസോഡ് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പാഷൻ ആക്കിയിട്ട്, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ, നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു പാഷൻ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ, നമ്മളെപ്പോഴും അതിൽ നിന്ന് എന്ത് കിട്ടും, ബെനിഫിറ്റ് എത്ര കിട്ടും എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് നമ്മൾ ഒരു പാഷൻ ആയിട്ട് കാണുകയാണെങ്കിൽ അതിനെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു ജേർണിയിൽ സജന മാം പറഞ്ഞ ഒരു കാര്യം. എനിവേ താങ്ക് യു. നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു മുഖമാണ് നമ്മുടെ അബ്ദുൾ റൌഫ് സാർ അല്ലെ, നമ്മുടെ പാർട്ടിസിപ്പന്റ് ആണ്, റൌഫ് സാറിനോടാണ്. എല്ലാ മോർണിംഗ് സർക്കിളും സത്യത്തിൽ സമയം പോലും വ്യത്യാസമാണ്, ആള് USA ആണ്, സമയം പോലും വ്യത്യാസമാണ്. എന്നാലും എല്ലാ മോർണിംഗ് സർക്കിളിലും അദ്ദേഹത്തിന്റെ ആ ഒരു ജോയിൻ ചെയ്തിട്ട് രാവിലെ എന്തായാലും ഉണ്ടാവും, നമ്മളോട് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഒക്കെ എല്ലാ ട്രെയിനേഴ്സും, തുടക്കക്കാരായ ട്രെയിനേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ എന്ത് വലിയ ട്രെയിനിങ് എടുക്കുന്ന ആളുകളാണെങ്കിലും അദ്ദേഹത്തിന്റെ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിന് മറുപടി കൊടുത്തിട്ട് ഫീഡ്ബാക്ക് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഇപ്പൊ റൌഫ് സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, റൌഫ് സാർ ഇതിനകത്തേക്ക് എത്താൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആരെങ്കിലും ഒരു സ്റ്റാറ്റസ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വഴി തെളിയിച്ചാവാം, അങ്ങനെയാണല്ലോ നമ്മൾ ഏത് കാര്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ വഴി കാട്ടാൻ ഒരാൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ആദ്യ അവസാനം വരെ വെളിച്ചം പകരാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പറ്റിക്കോണമെന്നില്ല, എന്നാൽ ആദ്യത്തെ വെളിച്ചം കാണിച്ചു തന്ന, അല്ലെങ്കിൽ ആ ഒരു വഴി കാണിച്ചു തന്ന ഒരാൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ റൌഫ് സാർ ഇതിലേക്ക് എത്തിച്ചേരാനുണ്ടായ ഒരു കാരണം അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? താങ്ക്സ് ആയർ സാർ. എന്തായാലും സന്തോഷം, 200 എപ്പിസോഡ് എത്തി നമ്മള്. എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 200-ൽ ഒരു 150-ൽ കൂടുതൽ എപ്പിസോഡുകൾ ഞാൻ ലൈവായിട്ട് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്.
മിക്കവാറും എല്ലാ ട്രെയിനേഴ്സിനെയും അറിയാം. അതിലൊരു സന്തോഷമുണ്ട്. ഞാൻ മോർണിംഗ് സർക്കിളിൽ എത്താനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞാനൊരു IT പ്രൊഫഷണലാണ്. വളരെ യാദൃശ്ചികമായിട്ട് ഒരു 2 വർഷം മുമ്പ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ സൈക്കോളജി പഠിക്കാനായിട്ട് ഇറങ്ങി. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് CBT പഠിക്കാനൊരു ആഗ്രഹം. അപ്പോൾ CBT പഠിക്കാൻ ഇങ്ങനെ നമ്മളെ ലാലേട്ടൻ പറഞ്ഞ പോലെ CBT പഠിക്കാൻ ഇറങ്ങിയപ്പം അവസാനം ചെന്ന് പെട്ടത് ഒരു സിംഹത്തിൻ്റെ മടയിലാണ്. നമ്മളെ ഉസ്താദ്, നമ്മുടെ സാറ് നിസാവ് അഹമ്മദ് കുട്ടി ഖാൻ അല്ലേ, അങ്ങനെ സിംഹത്തിന്റെ മടയിൽ ചെന്നപ്പോൾ സിംഹം പറഞ്ഞു ദക്ഷിണ വെക്കണമെന്ന്. നമുക്ക് ഈ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മ്യൂസിക്കിൽ ഡിഗ്രി ഒന്നും ഇല്ലാത്തത് കാരണം തൽക്കാലം ഫീ ഒക്കെ അടച്ചിട്ട് CBTക്ക് ജോയിൻ ചെയ്തു. CBT വളരെ നന്നായിട്ട് തന്നെ പോയി. ആ സമയത്ത് നമുക്കൊരു ടീം CBT എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. വിമ്പിളിൽ CBT പഠിക്കുന്നതും മുമ്പ് പഠിച്ചിട്ടുള്ളവരുമായിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നത് നമ്മളെ മോർണിംഗ് സർക്കിളിനേക്കാൾ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പലതരം ഡിസ്കഷനുകളൊക്കെ വരാറുണ്ട്. ഓരോ ആളുകളും അവരവരുടെ കേസൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിടയ്ക്ക് ഒരു കേസ് ഡിസ്കഷൻ വന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു പരിഹാരം പറഞ്ഞപ്പം അത് കണ്ടിട്ട് സാർ ഇംപ്രസ്ഡ് ആയിട്ട് സാർ എന്നെ ഇത് പറഞ്ഞു മോർണിംഗ് സർക്കിളിൽ ഒരു ക്ലാസ് എടുത്തു തുടങ്ങി. അത് ആ സമയത്ത് അനു മാമും അതുപോലെ സജന മാമുമാണ് മോർണിംഗ് സർക്കിൾ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സജന മാമിനെ കോൺടാക്ട് ചെയ്തു. സജന മാമിനോട് എനിക്കൊരു സ്ലോട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റിൽ എടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ അന്ന് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന അത്രയും കോൺഫിഡൻസ് ഒന്നുമില്ല. സജിന മാമിനെ അറിയാം തുടക്കം മുതൽ. ഞാൻ ആദ്യമേ മാമിനോട് പറഞ്ഞു ഞാൻ ക്യാമറ ഓൺ ആക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല, സ്ക്രീൻ ഷെയർ ചെയ്യാം, ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല. ആദ്യത്തെ ക്ലാസ് അങ്ങനെ കടന്നുപോയി. അന്ന് ഞാനൊരു PPT ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അന്ന് എനിക്ക് ആ PPT കണ്ടപ്പോൾ ഭയങ്കര അഭിമാനമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് അത്ര അഭിമാനം ഇല്ല ആ PPT നോക്കുമ്പോൾ. കാരണം ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയതുകൊണ്ട് അത് അത്ര നന്നായിട്ടില്ല എന്നൊരു ഫീൽ ഉണ്ട്. രണ്ടാമത്തെ ക്ലാസ്സിലും തദൈവ സ്ക്രീനൊന്നും ഷെയർ ചെയ്തില്ല. അതിനിടയ്ക്ക് നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ഒരു സാർ ക്ലാസ് എടുത്തെന്ന് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുൽ വഹാബ് സാറിന്റെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. ഒരു ഫീഡ്ബാക്ക് വന്നു, അബ്ദുൽ വഹാബ് സാർ വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്, എന്നാൽ ചില ട്രെയിനേഴ്സ് ഇവിടെ ക്യാമറയൊന്നും ഓണാക്കാറില്ല, ഇവരുടെ മുഖം ഒന്നും കാണാതെ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഫീഡ്ബാക്ക് വന്നു. അങ്ങനെ അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത സെഷൻ. അപ്പോൾ ഞാൻ സജന മാമിനോട് പറഞ്ഞു, മാം പെട്ടുപോയല്ലോ, എന്താ ചെയ്യുക? എനിക്കാണെങ്കിൽ ക്യാമറ ഓണാക്കാനുള്ള കോൺഫിഡൻസ് അപ്പോഴും വന്നിട്ടില്ല. സജന മാമിന്റെ കുരുട്ട് ബുദ്ധി എന്ന് പറയാം, അല്ലെങ്കിൽ കുറുക്കിന്റെ ബുദ്ധിയിൽ മാം പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക സാറ്, ആദ്യത്തെ 5 മിനിറ്റ് ക്യാമറ ഓണാക്ക്, എന്നിട്ട് പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. പേരിന് ക്യാമറ ഓണാക്കലുമായി, എന്നാലും ഞാൻ എൻ്റെ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലല്ലോ, എൻ്റെ മുഖം ഞാൻ തന്നെ കാണുമ്പോഴാണല്ലോ ഈ ടെൻഷൻ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവിടെയായിരുന്നു എൻ്റെ തുടക്കം. അതിനുശേഷം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ എടുത്ത സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ അൻസാർ സാറിനൊക്കെ ഓർമ്മയുണ്ടാവും, നമ്മുടെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര എന്ന് പറയുന്ന സെഷൻ. എക്സ്പെക്ടേഷൻ ഗ്യാപ്പ്, അതെ എക്സ്പെക്ടേഷൻ ഗ്യാപ്പ്. അന്നാണ് എനിക്ക് നല്ല കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റി. അതിനുശേഷം പല സെഷനുകളും നല്ല കോൺഫിഡൻസിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ക്യാമറ എന്നൊരു പ്രശ്നമേ അല്ലായിരുന്നു. എൻ്റെ ഒരു ക്ലാസ് എനിക്ക് തോന്നുന്നത് ഹാപ്പിനെസ് വേഴ്സസ് പ്ലഷർ എന്ന് പറയുന്ന സെഷൻ കേട്ടിട്ട് നമ്മളെ ഇടയിൽ തന്നെ പെട്ട വളരെ പ്രഗത്ഭരായിട്ടുള്ള ട്രെയിനേഴ്സൊക്കെ നന്നായി അഭിനന്ദിച്ചു. പിന്നെയെന്ന് വെച്ചാൽ ഓരോ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് നമ്മുടെ പാർട്ടിസിപ്പൻസിൻ്റെ അടുത്തുനിന്നും ട്രെയിനേഴ്സിൻ്റെ അടുത്തുനിന്നും വളരെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടാറുള്ളത്. അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫുമായിട്ടൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 2 സെഷനിൽ ക്യാമറ ഓണാക്കാൻ പോലും ധൈര്യമില്ലാതിരുന്ന ഞാൻ ഇപ്പം ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ ഇവിടെ ഇരിക്കുന്ന ധൈര്യത്തോടെ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 100% അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മോർണിംഗ് സർക്കിളും ഇവിടുന്ന് കിട്ടുന്ന ഒരു എനർജിയാണ്. സജന മാം നേരത്തെ പറഞ്ഞ പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഓരോ പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ പാർട്ടിസിപ്പൻസ്, നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ട്രെയിനേഴ്സ്, അതുപോലെ ആ ഒരു കിട്ടുന്ന ഒരു എനർജി, ഇൻസ്പിറേഷൻ, അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നല്ല ഫീഡ്ബാക്കുകൾ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുന്നതും നമുക്ക് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് പിന്നീടും ക്ലാസ്സുകൾ എടുക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നതും. അപ്പോൾ എനിക്കിവിടെയുള്ള എല്ലാ ട്രെയിനേഴ്സിനോടും പറയാനുള്ളത്, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരും. ആദ്യമൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, ആദ്യം നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാവില്ല. എന്നാലും മോർണിംഗ് സർക്കിളിൽ വരിക. ഇവിടെയുള്ള ഓഡിയൻസ് നിങ്ങൾ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു കാട്ടുകയൊന്നും ചെയ്യില്ല. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. നമ്മളാരും പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ഒന്നുമല്ല, ആരും 100% ട്രെയിനേഴ്സ് ആയിട്ടുമില്ല. നമ്മളെല്ലാം അഭിനയം പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് പറ്റിയ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മോർണിംഗ് സർക്കിൾ. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളെപ്പോഴും ഏതൊരു റിലേഷൻ എടുത്തു കഴിഞ്ഞാലും
മ്യൂച്വൽ ബെനിഫിറ്റ് ആണെങ്കിലാണ് റിലേഷൻ നടന്നു പോവുക. ഇപ്പൊ 2 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരു സുഹൃത്തിന് മാത്രം അതിൽ നിന്ന് പ്രയോജനം കിട്ടുന്നു, മറ്റേ സുഹൃത്തിന് പ്രയോജനം ഇല്ലെങ്കിൽ ആ റിലേഷൻ കുറച്ച് കഴിയുമ്പോൾ നിന്ന് പോകും. കാരണം ഒട്ടും പ്രയോജനം ഇല്ലാത്ത സുഹൃത്ത് മടുത്തിട്ട് പോകും. ഇപ്പൊ നമ്മൾ വിവാഹബന്ധം എടുത്താൽ, ബിസിനസ് എടുത്താൽ, കൊളീഗ്സ് തമ്മിൽ എടുത്താൽ, നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും മ്യൂച്വൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ബന്ധങ്ങളെ നിലനിന്ന് പോവുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ മോർണിംഗ് സർക്കിള് ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ, നടന്നു പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്. ട്രെയിനേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കുറവുകൾ പരിഹരിക്കാനും അവർക്ക് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരമാണ്. അതേസമയം തന്നെ പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ച് അവർക്ക് മുമ്പ് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് പരിചയമില്ലാത്ത മേഖലയിൽ പല ക്ലാസ്സുകളും കേൾക്കാൻ പറ്റുന്നുണ്ട്. അവർക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ മോർണിംഗ് സർക്കിളിൽ തന്നെ ഒരുപാട് പാർട്ടിസിപ്പൻസ് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കമന്റ് പറയുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ആ ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്. ട്രെയിനേഴ്സിനും നല്ല ബെനിഫിഷ്യൽ ആണ്, അതേസമയം പാർട്ടിസിപ്പൻസിനും നല്ല ബെനിഫിഷ്യൽ ആണ്. അപ്പം 2 കൂട്ടർക്കും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. സജനാമയം പറഞ്ഞ പോലെ 100ഉം 200ഉം 500ഉം 1000 എപ്പിസോഡായിട്ട് നമുക്ക് ഇതിലും വലിയ സെലിബ്രേഷൻസ് നടത്താൻ സാധിക്കട്ടെ. ഈ ഒരു മറുപടി പറയാനും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും അവസരം തന്നതിന് ഞാൻ ജാഹിർ സാറിന് നന്ദി പറയുന്നു. ജാഹിർ സാറിന് മൈക്ക് കൈമാറുന്നു. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 2 സെഷനിൽ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. പിന്നീട് അങ്ങോട്ടേക്ക് വീഡിയോ ഓഫ് ആക്കാറേ ഇല്ല എന്നുള്ളതാണ് സത്യം, അല്ലെ? അവസാനം ഹോസ്റ്റ് ലീവ് അടിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമായിരിക്കും റോസ് സാറ് ഇതിന്ന് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ തന്നെയാണ്. നമുക്ക് പലപ്പോഴും പാർട്ടിസിപ്പൻസ് ആയ ആൾക്കാർക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ ട്രെയിനേഴ്സ് എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ളിടത്ത് ഇപ്പൊ റോസ് സാർ പറഞ്ഞതുപോലെ അന്ന് വീഡിയോ ഓൺ ആക്കാത്ത റോസ് സാർ ഇന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് ഫുൾ ടൈം ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടായിരിക്കും ഉറപ്പായിട്ടും ഇതിനകത്ത് ഇരിക്കുന്നത്. സോ റോസ് സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് വളരെ സന്തോഷം. എനിവേ, താങ്ക് യു. ഇതിനകത്ത് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയെന്ന് പറഞ്ഞു, ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയെന്ന് പറഞ്ഞു. നമുക്കറിയാം മോർണിംഗ് സർക്കിളിന്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ആളുകൾക്ക് അറിയാം. ഇതിനകത്ത് ഒരു ദിവസം മെസ്സേജ് ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ആ ഗ്രൂപ്പ് തുറന്നിട്ടില്ല എങ്കിൽ വൈകുന്നേരം തുറക്കുമ്പോഴത്തേക്ക് ഒരുപാട് മെസ്സേജസ് ഉണ്ടാവും. അതിനകത്ത് തന്നെ മെസ്സേജ് കാണാറുണ്ട്. ഞാൻ ഈ മെസ്സേജ് കാര്യങ്ങളിൽ ചാറ്റിലൊന്നും ആക്റ്റീവ് അല്ലെങ്കിൽ പോലും നിങ്ങൾ ഓരോരുത്തരുടെയും മെസ്സേജ് നമുക്ക് വലിയൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ കരുതുന്നത് എന്താണ്, അവർക്ക് നമ്മളൊരു ശല്യമായി തീരുന്നുണ്ടോ, നമ്മുടെ മെസ്സേജ് ഒരു ബുദ്ധിമുട്ടായി തീരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പം അതിലൊരു സ്ഥിരം പാർട്ടിസിപ്പന്റ് കൂടിയാണ് നമ്മുടെ അർച്ചന മാം. അർച്ചന മാം ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ അതിനകത്തൊരു അംഗത്തട്ട് പോലെയാണ്. പരസ്പരം നോളജ് ഷെയർ ചെയ്യുക, കാര്യങ്ങൾ പറയുക, സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിനകത്ത് ഇപ്പൊ 77ഓളം മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അർച്ചന മാമിനോടാണ് ഞാൻ ചോദിക്കുന്നത്, പുതിയൊരാള് ഇപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു മോർണിംഗ് സർക്കിളിന്റെ പോസ്റ്റർ കണ്ടിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, എന്ത് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് വരണം? അതുപോലെ തന്നെ അർച്ചന മാം ഒരുപാട് ബന്ധങ്ങൾ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ തന്നെ ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ അർച്ചന മാമിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ 200ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ എന്താണ് അർച്ചന മാമിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ? എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരുന്നവർക്ക് എന്ത് കിട്ടും, എന്ത് പ്രതീക്ഷിച്ച് അവർക്ക് വരാം? അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത സൗഹൃദങ്ങൾ, പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ, അതൊന്ന് ഷെയർ ചെയ്യാമോ? താങ്ക് യു സാഹിർ സർ. അപ്പൊ ഈ 200ാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം. സ്ക്രീനിൽ ഇത്രയധികം ആളുകളെ കാണുമ്പോൾ 10-70 പരം ആളുകൾ ഈ ഒരു സമയത്ത് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ഈ 200ന്റെ നിറവിൽ ആളുകളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സാഹിർ സാർ ചോദിച്ചതുപോലെ ഇവിടെ കടന്നു വരുന്ന ഒരാൾക്ക് എന്ത് കിട്ടും, എന്ത് കിട്ടില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. വാട്ട് നോട്ട്? ഇറ്റ്സ് ലൈക്ക് എ പ്ലാറ്റർ, എല്ലാം ഉണ്ടാവും, വേണ്ടവർക്ക് വേണ്ടത് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ ദിവസവും എണീക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്, അല്ലെ? നമ്മൾ എത്രയോ പേരെ കേൾക്കാറുണ്ട്, കടന്നുറങ്ങിയ ആളുകൾ രാവിലെ എണീക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഓരോ ദിവസം നമ്മൾ എണീക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു പോസിറ്റിവിറ്റിയാണ്. അപ്പൊ ഓരോ ദിവസം എണീക്കുമ്പം അത് തള്ളി നീക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് എനർജിയാണ് ആവശ്യം. അപ്പൊ ചിലവർക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കും ഒരു പക്ഷെ നമ്മുടെ ഈ മോർണിംഗ് സർക്കിളിൽ നിന്ന് കിട്ടുന്നത്. ചിലവർക്ക് പ്രതീക്ഷയായിരിക്കും. ചിലവരൊക്കെ ഉറങ്ങാൻ പോണത് തന്നെ ചിലപ്പോൾ എണീക്കണ്ടെന്ന് വിചാരിച്ചിട്ടാവും.
ആ എണീക്കുമ്പോ ആ ദിവസം നടന്നു പോകണമെങ്കിൽ ഒരു ഹോപ്പ് വേണം. അപ്പൊ ചിലവർക്ക് കിട്ടുന്നത് ഹോപ്പ് ആയിരിക്കും, ചിലർക്ക് കിട്ടുന്നത് പോസിറ്റീവ് എനർജി ആയിരിക്കും. ചിലവര് ആഗ്രഹിക്കുന്ന എന്താണ്, ഒരു ഹാബിറ്റ് രൂപീകരിക്കുക എന്നുള്ളതാണ്. ചിലവര് കൺസിസ്റ്റൻസി, അല്ലെ, ഒരു കാര്യം നിരന്തരമായി എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ട്രയലിന് വേണ്ടിയിട്ടായിരിക്കും. സോ ഇത് ശരിക്കൊരു പ്ലാറ്ററാണ്. ആർക്ക് എന്ത് വേണോ അവർക്ക് അത് കിട്ടും. അപ്പൊ എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിൽ ഇതില്ല. കാരണം എന്തെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഈ 70 പേര് ഇപ്പൊ രാവിലെ എണീച്ചു നിൽക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും സെഷൻസ് എടുക്കുമ്പോൾ എന്നെ അതിശയപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4-5 സെഷൻസ് ഞാൻ എടുത്തിരുന്നു തോന്നുന്നു. ഇപ്പൊ ഞാൻ സെഷൻ എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം എന്റെ സെഷൻ അരമണിക്കൂറിൽ നിൽക്കാത്തൊരു സെഷനാണ്. ആ അരമണിക്കൂർ കഴിഞ്ഞ് 40ആയി 50ആയി 1 മണിക്കൂർ 1.25 മണിക്കൂർ വരെയും റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 1.25 മണിക്കൂറായിട്ട് പോലും രാവിലത്തെ സമയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ബിസി ആയിട്ടുള്ള ഒരു സമയമാണ്, അല്ലെ? ലേഡീസ് ആണെങ്കിലും ശരി, ജെന്റ്സ് ആണെങ്കിലും ശരി, ഒന്നല്ലെങ്കിൽ അവർക്ക് ഓഫീസിൽ പോകാനുള്ള തിരക്ക്, ലേഡീസ് ആണെങ്കിലും ശരി, മൾട്ടി ടാസ്കിങ് ആയിരിക്കും. 4, 5, 6 കൈ ഉണ്ടെങ്കിൽ പോലും മതിയാവാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും. എന്നാൽ പോലും ആളുകൾ ഫുൾ ടൈം എന്താ പറയണത്, അറ്റ്ലീസ്റ്റ് വീഡിയോ ഓൺ ചെയ്യാതിരിക്കുകയാണെങ്കിലും അടുക്കളയിൽ പണിയെടുത്തുകൊണ്ട് ആ ഫുൾ സെഷൻ കേട്ട് നമുക്ക് പോവല്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങും ഞാന്. എന്നാൽ പോലും ആ ലാസ്റ്റ് മൊമെന്റ് വരെയും ആളുകൾ നിൽക്കുന്നു എന്ന് കാണുന്നത് തന്നെയാണ്. ആളുകൾക്ക് ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ, അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ സാധനങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പൊ അതെല്ലാം കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല റിലേഷൻസ് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട്, അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്സുമാണ്. കാരണം നമുക്ക് ഒരുപാട് ഉയരാനാണെങ്കിലും തളർത്താനാണെങ്കിലും ഒക്കെ ഫ്രണ്ട്സിന് സാധിക്കും. ഈ തളർത്തുന്നതും ഒരു ഉയർച്ചയാണ്, അല്ലെ? ചില ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു പക്ഷേ നമ്മളെ തളർത്താനാണെങ്കിലും ആ തളർച്ചയും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഒരുപാട് ആളുകൾ അതുപോലെ ഒരുപാട് നല്ല റിലേഷൻ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇതിൽ കയറുന്ന കാലം തൊട്ടേ ഈ 30 ദിവസം ഓരോ ട്രെയിനറിനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ തെല്ലു പണിയൊന്നും അല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലാത്തൊരു സ്ഥലമാണ്. ആർക്കും ഒരു ട്രെയിനറും പേടല്ല. എല്ലാവരും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി അല്ലെങ്കിൽ അവനവനോടൊരു കമ്മിറ്റ്മെന്റോടുകൂടി വരുന്ന ഒരു സ്ഥലമാണ്. ആർക്കും ഇതിൽ നിന്ന് മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല. ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോമിൽ ഒരു പക്ഷെ വി ഹാവ് സീൻ കുറെ ട്രെയിനേഴ്സ് അവര് സ്വമേധയാൽ ഫ്രീ സെഷൻസ് കൊടുക്കും ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട്. അങ്ങനെയുള്ള ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഡിഫറെന്റ് ആളുകള് വന്ന് ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാൻ വരുന്നവിടെ 30 ദിവസം തികയാതെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പം പലപ്പോഴും എടുത്തു വന്നിരുന്ന ട്രെയിനേഴ്സ് ഞങ്ങൾക്കൊക്കെ സങ്കടം, സ്ലോട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാസം അവസാനമാകുമ്പോൾ വെയിറ്റിംഗ് ആണ്, എപ്പോഴാണ് സജന മാം ലിസ്റ്റ് ഇടുന്നത് ഒരു ദിവസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം 58 ട്രെയിനേഴ്സ് നമുക്ക് നിലവിലുണ്ട് ഇപ്പം റണ്ണിങ്. ഈ 30 പേർക്കല്ലേ വരാൻ പറ്റുള്ളൂ, അപ്പോഴേ നമുക്ക് പെൻഡിങ് ആളുകളാണ്. എവ്രി ഡേ നമ്മുടെ ട്രെയിനിങ് ആ ഒരു ഫാമിലിയിലേക്ക് പുതിയ ആളുകൾ ജോയിൻ ചെയ്യാണ്. പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻസ്പയർഡ്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, എനിക്കും എന്തെങ്കിലുമൊക്കെ പറയണം എന്നുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇവിടെയുള്ള മെമ്പേഴ്സ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. ക്ലാസ് എടുക്കാത്തവരാണെങ്കിലും ക്ലാസ് റെഗുലർലി ഡെയിലി കാണാത്തവരാണെങ്കിലും അവര് ആ വീഡിയോ റെക്കോർഡിങ്സ് കാണുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് നേരത്തെ പ്രൊഫസറൊക്കെ പറഞ്ഞ മാതിരി ആരും ഇതിൽ പ്രൊഫഷണൽസ് അല്ല, നമ്മളെല്ലാവരും എമച്വേഴ്സ് ആണ്. നമ്മളെല്ലാവരും ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ, ഒരു 4 ആൾ നമ്മളെ കേൾക്കാനുണ്ടാവുക, അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിതത്തിൽ ഇപ്പൊ നേരിടുന്ന ഒരു പ്രശ്നം എന്താണ്, നമ്മളെ കേൾക്കാൻ ഒരാളെങ്കിലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ മോർണിംഗ് സർക്കിളിൽ വരുന്ന ഒരാൾക്ക് ടേക്ക് അവേ ആയിട്ട് അതും കിട്ടും, കേൾക്കാൻ ഒരുപാട് ആളുകളെ കിട്ടും. നിങ്ങൾ പറയാൻ റെഡിയായി ഇങ്ങ് വന്നാൽ മതി. അപ്പൊ അതും ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവുക, ഒരാളും ഡീമോട്ടിവേറ്റ് ചെയ്യില്ല, എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യും. ഒരു അനുഭവം പറഞ്ഞിട്ട് നിർത്തട്ടെ. ഒരു ലാസ്റ്റ് ഡേ ഞാൻ ഒരു ട്രെയിനറോട് പറഞ്ഞു, മാം വളരെ നല്ല ക്ലാസ് ആണ് എടുത്തത്, ഞാൻ ഈ ഫീഡ്ബാക്ക് ഒക്കെ കണ്ടു മോർണിംഗ് സർക്കിളിൽ, വളരെ നല്ല ക്ലാസ് ഒക്കെ ആണല്ലോ എടുക്കുന്നത്, നല്ല ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി, അപ്പൊ ഇത്രയൊക്കെ അടിപൊളിയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ആ ട്രെയിനർ പറഞ്ഞ കാര്യം എന്ന് മോർണിംഗ് സർക്കിളിലെ ഫീഡ്ബാക്ക് നോക്കിയിട്ട് മാം ഉറപ്പിക്കണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ അത്, അവിടെ എല്ലാവരും സപ്പോർട്ടിങ് ആണ്.
നമ്മൾ എത്ര മോശമായി ക്ലാസ് എടുത്താൽ പോലും അവർ പറയും ക്ലാസ് വളരെ നന്നായിരുന്നു എന്നുള്ളത്. അതിന്റെ ഒരു പോസിറ്റീവ് വശമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒരു ട്രെയിനർ രാവിലെ വന്ന് ബുദ്ധിമുട്ടി ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത ആ സ്പേസ് ഒരുപാട് ടെൻഷനോടെ ആയിരിക്കും. നേരത്തെ പ്രൊഫസർ പറഞ്ഞ പോലെ ക്യാമറ ഓൺ ചെയ്യാൻ പോലും ധൈര്യമില്ലാത്തവരായിരിക്കും വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ആ എഫേർട്ടിനെ എക്നോളേജ് ചെയ്യുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടാൾക്കാരാണ്. ഇന്നത്തെ കാലത്ത് നല്ലത് പറയാൻ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ മോർണിംഗ് സർക്കിൾ വിട്ട് നമ്മൾ ലൈഫിലെ ദിവസത്തിലെ വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മൾ എത്ര 10 കാര്യം നല്ലത് ചെയ്താലും നമ്മൾ ചെയ്യാത്ത ആ ഒരു കാര്യം ഏതാണെന്ന് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് തരുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്രയും ആളുകൾ പോസിറ്റീവായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പറയാന്ന് പറയുന്നത്, ഇനി നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഉറക്കം എണീറ്റ് ഉറങ്ങാൻ പോകുന്ന ആൾക്കും നാളെ ഉറങ്ങി എണീറ്റ് മോർണിംഗ് സർക്കിൾ, ബാക്കി ഒന്നുമില്ലെങ്കിലും മോർണിംഗ് സർക്കിളിലെ ക്ലാസ് കേൾക്കണം, അവിടെയുള്ളവരെ കാണണം എന്ന് തോന്നുന്ന വിധത്തിലേക്ക് ഒരുപാട് ആളുകളുടെ മനസ്സിലെങ്കിലും മാറിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ള എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നു. അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ ഒരുപാട് സമയം എടുത്ത് എല്ലാവരോടും പോട്ടെ എന്ന് ചോദിക്കുന്നില്ല. അപ്പൊ താങ്ക് യു സോ മച്ച് ജാഹിദ് സർ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് പ്രതീക്ഷിച്ച് വരാന്ന് ചോദിച്ചപ്പോ അഫ്സന മാം പറഞ്ഞ ഒരു മറുപടി, ഇതൊരു പ്ലാറ്റർ ആണ്, ഇതിൽ നിന്ന് എന്ത് നമ്മൾ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അല്ലെ. നമ്മൾ പലപ്പോഴും റെസ്റ്റോറന്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയാൽ നമ്മൾ പ്ലാറ്റർ വാങ്ങിക്കും. അപ്പം എല്ലാ സംഭവങ്ങളും അതിനകത്ത് ഉണ്ടാവും. അപ്പൊ എനിക്ക് എന്താണോ അതിന്ന് വേണ്ടത്, ഇഷ്ടപ്പെട്ടത്, അത് ഞാൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇതിനകത്ത് കടന്നു വരുന്ന കാര്യങ്ങൾ, പിന്നെ ഒരു ട്രെയിനറുടെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. ഇതിനകത്ത് നമ്മൾ എങ്ങനെ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും അതിനെ ഫീഡ്ബാക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് പുഷ് തന്നിട്ട് നമ്മൾ ഒന്നുകൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പാർട്ടിസിപ്പൻസ് ആയാലും ട്രെയിനേഴ്സ് ആയാലും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ ഇതിനകത്തുള്ള പോഡ്കാസ്റ്റ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ട്രെയിനർ ആയിട്ടും എനിക്ക് എങ്ങനെ ഞാൻ ക്ലാസ് എടുക്കും എന്ന് ആലോചിക്കുന്നവർക്കുള്ള ഒരു ഉതകുന്ന ഒരു മറുപടി കൂടിയാണ് അർച്ചന മാം. ഞാൻ അവസാനമായിട്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് സജന മാമിനോട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. പലപ്പോഴും ട്രെയിനേഴ്സ് മുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അഥവാ നാളെ ഞാൻ സെഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തെങ്കിലും കാരണം, മുങ്ങാന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ കാഷ്വൽ ആയിട്ട് പറഞ്ഞതാണ്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പെട്ടെന്ന് രാവിലെ എല്ലാ ദിവസവും പതിവ് പോലെ വിളിക്കുന്ന പോലെ ഒരു 4 മണി 4:30 വിളിക്കുന്ന സമയത്ത് നോ റെസ്പോൺസ്, ആള് ജോയിൻ ചെയ്ത് കാണുന്നില്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായെങ്കിൽ തന്നെ അതിനെ അപ്പൊ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? കാരണം ഇന്ന് ഈ 200-ൽ എത്തുമ്പോഴും ഒരു ദിവസം പോലും മുടക്കം വരാതെയാണ് സജനമ്മൻ കൊണ്ടുവന്നത്. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിട്ട്. അപ്പോ അങ്ങനെ ഒരാള് പെട്ടെന്നില്ല, ഒരു മുങ്ങി, അല്ലെങ്കിൽ ആൾ അറ്റൻഡ് ചെയ്യുന്നില്ല, ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് അങ്ങനെ എന്തും കാരണമാവാം. അപ്പോ അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഉണ്ടായെങ്കിൽ തന്നെ അതിനെങ്ങനെയാണ് സജനമ്മ മാനേജ് ചെയ്തതെന്ന് കൂടി ഒന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ട്. ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ എന്താ പറയാ, ചിലപ്പോ പെട്ടെന്ന് എമർജൻസി ആയിട്ടും ഒക്കെ ട്രെയിനേഴ്സ് ചിലപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും മെസ്സേജ് കാണാൻ, ഞാനിന്ന് ജോയിൻ ചെയ്യില്ല കേട്ടോ സോറി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കാണുന്നതോടുകൂടി ആകെ എന്റെ ഹാർട്ട് പിന്നെ. പക്ഷെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ തന്നെ 3-4 പേർക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യും, പറ്റുമോ ഇന്നത് ട്രെയിൻ രാവിലെ എഴുന്നേക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് എഴുന്നേക്കുന്ന കുറച്ച് പേര് നമ്മുടെ ട്രെയിനേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ മെസ്സേജ് ചെയ്യും, എടുക്കാൻ പറ്റുമോ, ഇന്നത്തെ ആള് ജോയിൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ നമ്മള് ഇത് സെഷൻ തുടങ്ങി കഴിയുമ്പോഴും ഒന്ന് ചോദിക്കും, ആരും ഇല്ലെങ്കിൽ ഞാൻ എടുക്കാൻ നിൽക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഇപ്പൊ വല്ലാണ്ട് എടുക്കേണ്ടി വരാറില്ല. കാരണം ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരാറുണ്ട്, ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരാറുണ്ട്. അപ്പൊ എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കിട്ടിയത് റൗസർ US-ലായ കാരണം സാറിന് അവിടെ ഈവനിങ്ങാണ്. അപ്പൊ എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ സാറിനെയാണ് മോർണിംഗ് സർക്കിൾ വളരെ എന്താ പറയാ ഇതോടുകൂടി ഏൽപ്പിക്കാറ് സാറിനെയാണ്. കാരണം സാർ അത് കൈകാര്യം ചെയ്യുന്നറിയാം, സാർ അവിടെ ഉണർന്നിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. തുടക്കത്തിൽ എനിക്ക് അങ്ങനത്തെ കുറെ ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അയ്യോ ക്ലാസ് എടുക്കാൻ ആള് കിട്ടിയില്ലെങ്കിലോ. ഇപ്പൊ തലേ ദിവസം ഒക്കെ അറിഞ്ഞാൽ തന്നെ എനിക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷെ ഞാൻ ഗ്രൂപ്പിലിടുമ്പോ ഭയങ്കര വിഷമത്തിലൊന്നുമില്ല, അയ്യോ ട്രെയിനർ ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ഭയങ്കര കരഞ്ഞു പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാറ്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കൊരു ടെൻഷനൊന്നുമില്ല, ആരെങ്കിലൊക്കെ വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ അതൊന്നും പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട് സാർ. പലപ്പോഴും സജനാമന് ഒരു ഹായ് കാണുമ്പോൾ നമുക്കറിയാം ഏതൊരു ട്രെയിനർ മിസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്നുള്ളത്. പലപ്പോഴും മോർണിംഗ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം, ട്രെയിനേഴ്സ് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം.
ഒരു ഹായ് വന്നാൽ അപ്പൊ അറിയാം ഏതോ ഒരു ട്രെയിനർ മുങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല, ഏറ്റെടുക്കാൻ ആളുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ ഒരുപാട് സന്തോഷം. നമ്മുടെ ട്രെയിനേഴ്സ് ഒക്കെ അതിന് വില്ലിംഗ് ആയി മുന്നോട്ട് വരുന്നുണ്ടെന്ന്. റോഫ് സാറിനോടാണ്, നമ്മൾ കുറച്ച് ദിവസം കൊണ്ട്, അഥവാ എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസത്തിനുള്ളിൽ തീരുമാനിച്ചതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം 200 എപ്പിസോഡിന്റെ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്, വീഡിയോസ് വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ടതാണ്, നമ്മുടെ ഒരു വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ അർച്ചന മാം ആണ്. ശരിക്കും എന്താ പറയാ, ഒരു പ്രൊഫഷണൽ ടച്ച് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വോയിസ് ഓവറും കാര്യങ്ങളും അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുന്ന ഒരാളെന്ന സ്ഥിതിക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമ്മുടെ അർച്ചന മാം ആ ഒരു വോയിസ് ഓവർ ചെയ്തത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു അവസരം ഞാൻ അതിനെ ഉപയോഗപ്പെടുത്താണ്. ഓക്കെ, റോഫ് സാറിനോടാണ്, 2 ദിവസം കൊണ്ട് ഉണ്ടായ ഒരു പോഡ്കാസ്റ്റ് ആണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഒരു 2 ദിവസം കൊണ്ട് എങ്ങനെ ഈ ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു? ഇതൊരു വിജയമായിട്ട് നമുക്ക് എന്തായാലും പറയാലോ, ഒരു ഓൺലൈൻ പോഡ്കാസ്റ്റ് എന്നുള്ള രൂപത്തില്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ 200 എപ്പിസോഡ് നമുക്കൊന്ന് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അന്ന് ഫസീമാനാണ് സത്യത്തിൽ ഇന്ന് ക്ലാസ് എടുക്കേണ്ടിയിരുന്നത്. അപ്പം അന്ന് എൻ്റെ സ്ലോട്ടായിരുന്നു കഴിഞ്ഞ സാറ്റർഡേ. അപ്പൊ ഞാൻ സജന മാമിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഫസി മാമിന് നമുക്ക് എൻ്റെ സ്ലോട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ഇന്ന് 200 എപ്പിസോഡിന്റെ പ്രോഗ്രാം ആക്കാം. അങ്ങനെ അന്ന് പിന്നെ നമ്മളെല്ലാം കൂടെ ഒരു സൂം മീറ്റിംഗ് വെച്ചു. സജന മാം, അർച്ചന മാം, ഫൈസൽ സർ, നിസാവ് സർ, പിന്നെ ലിഫ്ന മാം, ഷൈഷാദ മാം, അങ്ങനെ നമ്മൾ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാവരും കൂടെ, ജിഷ മാം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാവരും കൂടെ ഒരു സൂം മീറ്റിംഗ് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് പ്രോഗ്രാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ച പ്രോഗ്രാംസ് ഒന്ന് ഈ പോഡ്കാസ്റ്റിന്റെ ഐഡിയ സാഹിർ സാർ തന്നെയാണ് കൊണ്ടുവന്നത്. നമുക്കൊരു ഓൺലൈൻ എൻവയോൺമെന്റിൽ അത് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് മനോഹരമായിട്ട് തന്നെ നമ്മൾ ചെയ്തു. പിന്നീട് അതിന്റെ കൂടെ തന്നെ ഒരു ഫൈസൽ സാറിന്റെ ഒരു ഓപ്പണിംഗ് സ്പീച്ച്. ഇത്രയാണ് നമ്മൾ സൂം മീറ്റിംഗിൽ തീരുമാനിച്ചത്. അങ്ങനെ അടുത്ത ദിവസമാണ് നമുക്ക് ഒരു മെന്റലിസം പ്രോഗ്രാം നമുക്ക് ഇതിനെ കൂടെ ആഡ് ചെയ്യാം, നമുക്കൊരു നല്ലൊരു മികച്ചൊരു മെന്റലിസ്റ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഐഡിയ വന്നത്. അങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ പ്രോഗ്രാം കൊണ്ടുവന്നത്. പക്ഷെ ഇതിനോടൊപ്പം പറയാനുള്ളത് നമ്മുടെ പോസ്റ്ററുകളും വീഡിയോകളുമാണ്. വീഡിയോയുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പഴയ ഫ്ലെയറുകളും അതിൻ്റെ കൂടെ ഫീഡ്ബാക്കും ഒരു വീഡിയോ ആക്കാന്നാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാറ്റർഡേ ആണ്. സൺഡേ ഫൈസൽ സാറിന്റെ ഓഫീസ് അവധിയാണ്. മൺഡേ മാത്രമേ ഉള്ളൂ ഓഫീസ് തുറക്കുക. എഡിറ്റേഴ്സ് വരണമെങ്കിൽ മൺഡേ ആവുന്ന സാർ ആദ്യമേ പറഞ്ഞു. അപ്പൊ ഞാൻ അർച്ചന മാമിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് പോസ്റ്ററുകളൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി. ആദ്യം ഞങ്ങൾ AI വെച്ചിട്ടൊരു വോയിസ് ഓവർ കൊടുത്തു നോക്കി. അപ്പൊ അത് വോയിസ് ഓവർ ഒക്കെ കൊള്ളായിരുന്നു, പക്ഷെ എന്തോ ഒരു മോഡുലേഷൻ ഇല്ല സൗണ്ടിൽ. അപ്പോഴാണ് ഞാൻ നമ്മൾ ഈ ChatGPT ഒക്കെ ഉള്ളത് കാരണം കുറച്ച് സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് അർച്ചന മാമിനോട് പറഞ്ഞു, അർച്ചന മാം ഒന്ന് വോയിസ് ഓവർ ചെയ്ത് നോക്കൂ, നമുക്കൊരു ശ്രമം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വീഡിയോ കൊണ്ടുവന്നത്. അത് ഫൈസൽ സാറിന് അയച്ചു കൊടുത്തു, വോയിസ് ഓവർ ചെയ്തൊരു ഡ്രാഫ്റ്റ് വേർഷൻ. പക്ഷെ സാറിന്റെ എഡിറ്റേഴ്സ് അത് ഇപ്പൊ കാണുന്ന രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്തു തന്നു. ആ ഇടയ്ക്കാണ് നമ്മൾ ഷജീല മാമിന്റെ ഒരു ഐഡിയ ആയിരുന്നു, നമുക്ക് ഇത്രയും നാള് നമ്മൾ എടുത്ത മോർണിംഗ് സർക്കിളിൽ ക്ലാസ് എടുത്ത ട്രെയിനേഴ്സിന്റെ എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു പോസ്റ്റർ ഇറക്കാണ്. ഈ ഐഡിയ വരുന്നത് എനിക്ക് തോന്നുന്നു സൺഡേ ആണെന്ന് തോന്നുന്നു നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതും നമ്മൾ ഫൈസൽ സാറിനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഫൈസൽ സാറിന്റെ എഡിറ്റർ തിങ്കൾ ചൊവ്വ 2 ദിവസം എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ വീഡിയോയും നമ്മുടെ 2 പോസ്റ്ററും വന്നത്. അപ്പം നേരത്തെ സാർ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്ത് നമുക്ക് ഇവിടുന്ന് കിട്ടി എന്നുള്ളത് ഈ ഒരു ടീം വർക്കാണ്. ഇത് ഒരു വ്യക്തി ചെയ്തതല്ല. നമ്മൾ തമ്മിൽ മുമ്പ് പരസ്പരം ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല, വളരെ കുറച്ച് പേരൊഴിച്ച്. നമുക്ക് ആകെയുള്ള പരിചയം മോർണിംഗ് സർക്കിളിൽ കാണുന്നതും നമ്മളെ ഗ്രൂപ്പിലെ ചർച്ചകളുമാണ്. അപ്പൊ ആ ഒരു പരിചയം വെച്ചിട്ട് ശനി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 4ാമത്തെ ദിവസമല്ലേ, 4 ദിവസം കൊണ്ട് നമ്മുടെ ഒരു ടീം വർക്കിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഈ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് മോർണിംഗ് സർക്കിളിൽ നിന്ന് കിട്ടിയ ഒരു കണക്റ്റാണ്. അത് പരസ്പര വിശ്വാസവും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും, അതുപോലെ ആ ഒരു എന്താ പറയാ, തമ്മിൽ ഈഗോ ഇല്ല, അതാണ് പ്രധാനം. നമ്മുടെ ഈ കണക്റ്റിന്റെ പ്രധാനം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ല, ഒരാളും ചെറുതല്ല, ഒരാളും വലുതുമല്ല. വിംബിൾ അക്കാദമിയിൽ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും പരസ്പരം സർ മാം എന്നാണ് വിളിക്കാറ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രായ വ്യത്യാസമില്ല, എഡ്യൂക്കേഷൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമില്ല, എല്ലാവരും സാറാണ്, എല്ലാവരും മാമുമാണ്.
അപ്പം ഇങ്ങനെയായിരുന്നു നമ്മൾ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത്. അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ അത് കൊണ്ടുപോകാനും സാധിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അപ്പൊ അർച്ചന മാമിന്റെ 1000 കഴിവുകളിൽ ഒന്നുകൂടി റോഫ് സാർ പുറത്തു കൊണ്ടുവന്ന് വേണം പറയാൻ. ഇപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഫൈസൽ സാർ, അവർ ഗ്രേറ്റ് മെന്റർ, നമ്മൾ എന്ത് പറയുമ്പോഴും അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ ഒരു ബലം പിടിച്ചിരിക്കാതെ നമുക്ക് എന്തിനും സപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെ, നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ചെയ്യാം. നമ്മൾ ആ മീറ്റിംഗ് പോലും വളരെ വൈകിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോ ഫൈസൽ സാറിനെ ഈ സമയത്ത് ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. എന്താ പറയാ, നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാള് എന്തായാലും വേണമല്ലോ. സോ നമ്മുടെ പോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി സമയമായാലും നമുക്കൊരു മെന്റലിസം ഒക്കെ കാണാനുണ്ട്. എനിവേ, നമ്മുടെ 200ാമത്തെ എപ്പിസോഡ് ഇത്രയും കളറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ 200ൽ നിന്നും വീണ്ടും ഇരട്ടിയായി നാളെ ഇതുപോലെ പോഡ്കാസ്റ്റിൽ എനിക്ക് പകരം മറ്റൊരാൾ എന്നുള്ള രൂപത്തിൽ, അതുപോലെ തന്നെ നമ്മൾ ഓരോ ട്രെയിനേഴ്സിന് പകരം പുതിയ പുതിയ ട്രെയിനേഴ്സ് ആയിട്ട് നമ്മൾ പറയാറില്ലേ, ബിടെക്കുകാരെ കൊണ്ട് തട്ടി നടക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നത് പോലെ റോഫ് സാർ ബിടെക്കാണ്, അതുകൂടി ഞാൻ പറയാണ്. അതുപോലെ ട്രെയിനേഴ്സിനെ കൊണ്ട് വിംബിൾ എന്ന ഈ ഒരു മഹാസാഗരം ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ടാവുക, ഒരുപാട് ആളുകൾക്ക് നമ്മളൊരു പ്രചോദനമാവുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ നമ്മുടെ മോർണിംഗ് സർക്കിളും നമ്മൾ ഓരോരുത്തരും ആയി തീരട്ടെ എന്നുകൂടി ആശംസിച്ച് നമ്മുടെ പോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിവേ, താങ്ക് യു ഓൾ. താങ്ക് യു ജാഹിർ സർ, അർച്ചന മാം ആൻഡ് റൌഫ് സർ. വളരെ മനോഹരമായ എക്സ്പീരിയൻസുകളും ചിന്തകളും ഒക്കെ പങ്കുവച്ചു. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തത് നമ്മളുടെ 200ാമത്തെ എപ്പിസോഡിന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് മെന്റലിസം പെർഫോം ചെയ്യുന്നതിനായിട്ട് അൻസാർ അബ്ബാസ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഡോക്ടർ അൻസാർ അബ്ബാസ് സാറ് പല 2-3 സെഷനൊക്കെ ഇങ്ങനെ മെന്റലിസം മൈൻഡ് റീഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിച്ച ആളാണ്. അപ്പൊ സാറിന്റെ ഒരു പെർഫോമൻസിനായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം. താങ്ക് യു സജന മാം. താങ്ക് യു ഓൾ വിംബിൾ ടീം. നമ്മൾ എല്ലാവരും നമ്മുടെ സമയം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ അർച്ചന മാമിന്റെ ക്ലാസ് ആണെങ്കിൽ 7 മണി, അങ്ങനെയാണ് നമ്മുടെ മോർണിംഗ് സർക്കിൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോ ഇപ്പൊ മാക്സിമം ലെവലിൽ എത്തിയേണ്ട എല്ലാവരും നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതാണ് നമ്മളുടെ ഈ മോർണിംഗ് സർക്കിളിന്റെ പ്രത്യേകത. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളുണ്ട്. മാക്സിമം സ്പീഡിൽ എന്തായാലും നമ്മളൊരു പ്രോഗ്രാം ഏറ്റെടുത്ത സ്ഥിതിക്ക്, ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് കാണാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥിതിക്ക്, നിങ്ങളുടെ എല്ലാം മൈൻഡ് എനിക്ക് പെട്ടെന്ന് ഒന്ന് തന്നയാൽ വലിയ സന്തോഷമാവും. അപ്പോ ഞാൻ വലിച്ചു നീട്ടലൊന്നും ഇല്ലാതെ പെട്ടെന്ന് പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇത്രയും നേരം നല്ല ക്ലാസ് ഒക്കെ കേട്ടിരിക്കുന്നവരുണ്ട്, നമ്മളുടെ മോർണിംഗ് സർക്കിളിന്റെ വിശേഷങ്ങളെല്ലാം കേട്ടിരിക്കുന്നുണ്ട്. ഒന്ന് ഇങ്ങനെ പോയിട്ടുണ്ടാവും, ചിലവരൊക്കെ ഇങ്ങനെ ഉറക്കത്തിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ഒന്ന് നന്നായിട്ടൊന്ന് ഡീപ് ബ്രീത്ത് എടുത്തിട്ട് ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാലും എനിക്കൊന്ന് ഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് നമുക്ക് മൈൻഡ് റീഡിംഗ് ഒക്കെ ഉദ്ദേശിക്കുമ്പോഴേ നമ്മൾ എപ്പോഴും ഫോഴ്സിങ്ങിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവരെ നമ്മൾ ഫോഴ്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. കേൾക്കുന്നുണ്ട്? ഓഡിയബിൾ അല്ലേ? എല്ലാം കറക്റ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ ആദ്യമായിട്ട് ഞാനുമായിട്ട് ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരാള് ഒന്ന് മൈക്ക് ഓണാക്കി വീഡിയോ ഒന്ന് ഓണാക്കി ഫ്രണ്ടിൽ സംസാരിച്ചാൽ കൊള്ളായിരുന്നു. ഒരാള് ഇബ്രാഹിം സാമിനൊക്കെ ഇത് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് അല്ലേ? ഒരാളൊന്ന് ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആള്, ചാറ്റിലൂടെ ആയാലും അതില്ലെങ്കിൽ നമ്മുടെ കോളിലൂടെ ആയാലും എല്ലാം ഇതുവരെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരാള് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ ഓണാക്കാൻ പറ്റുമോ? ഹലോ. ആരും വരുന്നില്ല, മുന്നോട്ട് വരുന്നില്ല. ഞാൻ ഒന്നും എടുക്കൂല, ഞാൻ പാവാണ്. കുഴപ്പമില്ല, മൈക്ക് ഓണാക്കിയാൽ മതി. പേരൊന്ന് പറഞ്ഞ കൊള്ളായിരുന്നു. എന്റെ പേര് സ്മിത. ശ്വേത അല്ലേ? സ്മിത. ഓക്കെ മാം, താങ്ക് യു. ഒന്ന് മൈൻഡില് നന്നായിട്ട് റിലാക്സ് ചെയ്യുക, കാം ആവുക. എന്നിട്ട്
ഒന്ന് തുടങ്ങി 9 വരെയുള്ള നമ്പർ, ഒരു മാക്സിമം ഹയർ നമ്പർ സെലക്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടാ. ഒരു നമ്പർ ഒന്ന് സെലക്ട് ചെയ്യാം, മൈൻഡിൽ ഒന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്യാം. ഓക്കെ സർ. ഒരു നമ്പർ സെലക്ട് ചെയ്തു, ആ നമ്പർ അവിടെ നീക്കി വെക്കുക. എന്നിട്ട് ഒരു മിഡിൽ നമ്പർ ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഓക്കെ. സെലക്ട് ചെയ്തു. ഇപ്പൊ മാമിന്റെ കയ്യിൽ 2 നമ്പർ ഉണ്ട് കേട്ടാ. ഇനി ഒരു സ്മോൾ നമ്പർ കൂടെ സെലക്ട് ചെയ്യാം. ഓക്കെ സർ. ഇപ്പൊ മാമിന്റെ കയ്യിൽ 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അത് മൾട്ടിപ്പിൾ ചെയ്യാ, ഹരിക്കുക, ഗുണിക്കുക എന്നൊക്കെ പറഞ്ഞ മാമിന് കുറച്ച് ബുദ്ധിമുട്ടാവോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മാത്തമാറ്റിക്സിലെ പുലിയാണോ? മാത്തമാറ്റിക്സ് ടീച്ചറാണ്. ആണ്. അടിപൊളി. അപ്പൊ വെരി ഗുഡ്. എന്നാലും കുഴപ്പമില്ല. മാം ഒരു കാര്യം ചെയ്തോ, കാൽക്കുലേറ്റർ ഉപയോഗിച്ചോ. ഇനി ഇവിടെ നമ്മ വശക്കേടാക്കിയത് പറയരുതല്ലേ വിളിച്ചെടുത്തിട്ട്, അല്ലെ സാറേ? സത്യമായിട്ടും. അപ്പൊ മാം കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. ആ മാം ആ മൈൻഡിൽ കൊണ്ടുവന്ന ആ 3 ഡിജിറ്റ് നമ്പർ കാൽക്കുലേറ്ററിൽ അടിക്കുക. 3 ഡിജിറ്റ് നമ്പർ. ഓക്കെ. ആ ഇപ്പൊ മാം എടുത്തത് കേട്ടാ, വേറെ ആരും എടുത്തതല്ല, മാം എടുത്തത്. അപ്പൊ എന്നിട്ട് അതിനെ മൈനസ് ചെയ്യുക. ഏത് നമ്പർ കൊണ്ടാണെന്നറിയോ? ഇപ്പൊ മാം എടുത്തേക്കണത് 1, 2, 3 ആണെങ്കിൽ, ഞാൻ നേരെ തിരിച്ചായിട്ടാ പറയുന്നത്, ഞാൻ പറഞ്ഞത് മാമിന് കറക്റ്റ് ആയിട്ട് അറിയായിരിക്കും. 1, 2, 3 ആണെങ്കിൽ 3, 2, 1 കൊണ്ട് മൈനസ് ചെയ്യുക. സെക്രട്ടേറിയറ്റിന്റെ കാൽക്കുലേറ്റർ കാണുന്നില്ല, അത് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫോണിലുണ്ട്, ഫോണിൽ എടുത്താൽ മതിയല്ലോ. ഫോണിലില്ലേ ആ ഫോണിലെ കാൽക്കുലേറ്റർ പെട്ടെന്ന് നോക്കിയപ്പോ കണ്ടില്ല, അതുകൊണ്ടാണ്. കിട്ടിയ ഓക്കെ. കിട്ടി. അതിന് മനസ്സിലായോ? നമ്മള് മാം എടുത്ത നമ്പറിനെ നേരെ തിരിച്ചിങ്ങോട്ട്, അതെ 1, 2, 3 ആണെങ്കിൽ 3, 2, 1 കൊണ്ട് മൈനസ് ചെയ്യുക. ചെയ്തു. അപ്പൊ മാമിന് ഇപ്പൊ ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലേ? ആ നമ്പറിനെ ഒന്ന് ആഡ് ചെയ്യുക. ഇത് തന്നെ ആ 3 ഡിജിറ്റ് നമ്പർ വീണ്ടും റിവേഴ്സ് തന്നെ ആഡ് ഓൺ ചെയ്യുക. അതായത് 1, 2, 3 ആണെങ്കിൽ 3, 2, 1 കൊണ്ട് ഒന്ന് കൂട്ടുക. ഇപ്പൊ ഒരു 4 ഡിജിറ്റ് നമ്പർ ആണോ 3 ഡിജിറ്റ് നമ്പർ ആണോ മാമിന് കിട്ടിയിട്ടുള്ളത്? 3 ഡിജിറ്റ് നമ്പർ തന്നെ കിട്ടി. മാം കണക്ക് തെറ്റിച്ചിട്ടുണ്ട്. മാം കണക്ക് തെറ്റിച്ചിട്ടുണ്ട്. ഓക്കെ സർ. അതായത് മാം ഫസ്റ്റ് മൈൻഡിൽ കൊണ്ടുവന്ന ആ 3 ഡിജിറ്റ് നമ്പർ കാൽക്കുലേറ്ററിൽ അടിക്കുക. അത് കിട്ടിയ അതിനെ മൈനസ് ചെയ്യുക. അതായത് മാം ഇപ്പോ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് 9, 5, 1 ആണ് മാം എടുത്തതെങ്കിൽ 1, 5, 9 കൊണ്ട് മൈനസ് ചെയ്യുക. സെയിം അത് തന്നെയാണല്ലോ ചെയ്തത്. നിക്കേ. അപ്പോ മാമിന് ഒരു 3 ഡിജിറ്റ് നമ്പർ ഇട്ടുണ്ട്. മൈനസ് ആണോ വന്നത്? അല്ലല്ലോ, മൈനസ് നമ്പർ ആണോ വന്നത്? മൈനസ് നമ്പർ അല്ല വന്നത്. അല്ല, ഒരു 3 ഡിജിറ്റ് നമ്പർ മാമിന് വന്നിട്ടുണ്ടാവും. ആ 3 ഡിജിറ്റ് നമ്പറിനെ ഒന്നും കൂടി ആഡ് ചെയ്യുക. ഇങ്ങോട്ട് തിരിച്ച് ആഡ് ചെയ്യുക. 1, 2, 3 അങ്ങനെയാണെങ്കിൽ പ്ലസ് ഇട്ടിട്ട് തിരിച്ച് ആഡ് ചെയ്യുക. ഞാൻ കറക്റ്റ് പറഞ്ഞിരുന്നോ? അതായത് മാം 9, 5, 1 ആണെങ്കിൽ അതിനെ മൈനസ് ചെയ്തിട്ട് 1, 5, 9 കൊണ്ട് ചെയ്തു. അപ്പൊ മാമിന് ഇത്ര ഒരു എമൗണ്ട് കിട്ടി. അതിനെ തിരിച്ച് ഇപ്പോ 512 ആണ് കിട്ടിയെങ്കിൽ 2, 1, 5 കൊണ്ട് അതിനൊന്ന് ആഡ് ഓൺ ചെയ്യാം. അവിടെയായിരുന്നു തെറ്റിച്ചത്. എനിക്കറിയാം തെറ്റിച്ചിട്ടുണ്ടാവുന്നു. ഇപ്പൊ മാമിന് കിട്ടിയത് 3 ഡിജിറ്റ് നമ്പർ ആണോ 4 ഡിജിറ്റ് നമ്പർ ആണോ 5 ഡിജിറ്റ് നമ്പർ ആണോ? 4 ഡിജിറ്റ് നമ്പർ ആണ്. ഓക്കെ. അത് മൈൻഡിൽ നന്നായിട്ട് ഇമാജിൻ ചെയ്ത് അവിടെ വെച്ചേക്കാം കേട്ടോ. നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാണ്. അത് മാമിന്റെ സെക്ഷനാണ്. മാം പോവില്ലല്ലോ ഇനി അവിടുന്ന്? തിരക്കണ്ട. ഒരു 2-3 മിനിറ്റ് നമ്മൾ പരിപാടി അതിനു മുമ്പ് നമ്മുടെ പരിപാടി തന്നെ അവസാനിപ്പിക്കും നമ്മള്. ഓക്കെ, എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കുക. മാമിന് ഒരു പണി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാം എവിടേക്കും പോവില്ല. അപ്പൊ അടുത്തതായിട്ട് വേറെ സെക്ഷൻ. നമ്മള് സാധാരണ ഒരു മെന്റലിസ്റ്റ് ചീറ്റ് ഇല്ലാതെ ഒരു പരിപാടി ചെയ്യാൻ പറ്റുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ പ്ലേ കാർഡാണ്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആർക്കും ഈ സംഭവം എന്താണെന്ന് അറിയാം. 52 കാർഡുകളാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. അത്
4 ഡിസൈനുകളായിട്ട് 2 കളറുകളിൽ 52 കാർഡുകൾ വരുന്നുണ്ട്. ഇത് ഒരു മെന്റലിസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ ഇതില്ലാതെ പെർഫോം ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാകുമ്പോൾ. ഓക്കെ, എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യുക. ഇനി ആരാണ്? ഇനി നമുക്ക് ഫൈസൽ സാറിനെ തന്നെ പിടിക്കാം. ഫൈസൽ സാറിനെ വെച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഫൈസൽ സാർ പ്ലീസ്. റെഡി. എനിക്ക് ഫൈസൽ സാറിന്റെ മൈൻഡാണ് എനിക്ക് ആവശ്യം. ഫുൾ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് തരിക. അന്ന് ഞാൻ അവിടെ ഒരു പ്രോഗ്രാം നടത്താൻ വന്നപ്പോ ഫൈസൽ സാറിന് കിട്ടിയില്ല, പകരം വൈഫിനാണ് കിട്ടിയത്. ഫൈസൽ സാറിന്റെ വൈഫ് സൂമില് ഒന്ന് അതെ ശ്രദ്ധിക്കുക. അതെ അതെ, സന്തോഷം. അതായത് പാവ പേടിച്ചിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പൊ സാറേ, പറഞ്ഞോ. ഇത്രയും ചീട്ട് എന്റെ കയ്യിലുണ്ട്. ഞാന് ഇതിങ്ങനെ ഒരു കൗണ്ടിങ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഇതിങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്തോണ്ടിരിക്കുകയാണെ. അപ്പൊ സാർ അത് ഇഷ്ടമുള്ളിടത്ത് സാറിന് സ്റ്റോപ്പ് പറയാം, ഇഷ്ടമുള്ളിടത്ത് സ്റ്റോപ്പ് പറയാം. നോയിക്കോട്ടെ, ഇത് സാറിന്റെ ചോയ്സ് ആണ്, കംപ്ലീറ്റ് സാറിന്റെ ചോയ്സ്. ഇഷ്ടമുള്ളിടത്ത് സാറിന് ഇത് പറയാം. ഒന്നുകൂടെ വീണ്ടും ചെയ്യാം. ഇല്ല ഞാൻ വീണ്ടും പറയാം. അതെ, സ്റ്റോപ്പ്. ഓക്കെ. ഇപ്പൊ എന്റെ കയ്യിൽ 2 ഉണ്ട്, ഞാൻ മാറ്റണമെന്നില്ല കേട്ടോ. സാറിന് ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സാറിന്റെ കംപ്ലീറ്റ് ചോയ്സ് ആണ്. ലെഫ്റ്റ് ഇതാണ്, ഇത് ഓക്കെ ആണ്? ഹാപ്പിയാണ്? ഓക്കെ, സാർ ഹാപ്പിയാണ്? ഞാൻ ഹാപ്പിയാണ്. ഇനി ഇതിന്റെ അടുത്ത് നമ്മൾ നോക്കേണ്ടത്, ഞാൻ പറയുന്നത് സാറിന് ഇത്രയും കാർഡ് സാറ് സെലക്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടാണ് സാർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന സാർ വിശ്വസിക്കുകയില്ലേ? ഞാൻ ഇവിടെയാണ് സാറ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത് എന്ന് ഞാൻ പറയണം എന്ന് പറഞ്ഞ സാറ് വിശ്വസിക്കുകയില്ലേ? വിശ്വസിക്കില്ല, കാരണം ഞാനാണല്ലോ ചെയ്തത്. സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ ഞാൻ നോക്കിയിട്ടൊന്നും ഇല്ല, സാറ് കണ്ടാണ്, സാറിന്റെ ഫ്രണ്ടിൽ എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ്. ഈ സംഭവം 6 ഹാർട്ട്, അതായത് 6ന്റെ ഹാർട്ട് സിമ്പിളിലുള്ള കാർഡില് സാറ് ഞാൻ പറയുന്നിടത്ത് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഫോഴ്സ് ചെയ്ത് വെച്ചേക്കണേ. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ഇതാ നോക്കോ. ഓക്കേണാ? അതെ, ഹാർട്ടാണ്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ഇത് സാറിന് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലം 30 കാർഡിലാണ്. 30 കാർഡില് ഒന്ന് ഞാൻ കൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. പണിപാളോ? ഇല്ല. 21 22 23 24 25 26 27 28 29 30. ഓക്കെ, ഗ്രേറ്റ്, അടിപൊളി, സൂപ്പർ. ഓക്കെ, അപ്പൊ ഇത് സാറിന്റെ മൈൻഡ് ജസ്റ്റ് ഒന്ന് ഫോഴ്സ് ചെയ്താണ്. ഇനി ഒരാളും കൂടെ നമുക്ക്, ഇനി അടുത്തൊരാള്, നമുക്ക് തീരെ സമയമില്ല, പെട്ടെന്ന് മുന്നോട്ട് വന്നാൽ പെട്ടെന്ന് അടിപൊളിയായിട്ട് പരിപാടി വെച്ച് പോവാം. ഒരാളും കൂടെ തന്നാൽ മതി മൈൻഡ്, ഒരാളെ മൈൻഡും കൂടെ പ്ലീസ്. ആരാണ്? അഭിറാം സാർ. ഓക്കെ. അഷ്റഫ് സാറാണ്? അഭിറാം സാറാണ്? ആരാണ് വരുന്നത്? മൈൻഡ് എനിക്ക് തരുന്ന ആൾക്കാർ മതി. ഓക്കെ, അഷ്റഫ് സാർ. ഓക്കെ, താങ്ക് യു. ഞാനിവിടെ കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലെ ഒരു ക്ലാസ്സിന്റെ ഇടയിൽ ചെയ്തപ്പോ ഞാൻ 2 സംഭവങ്ങൾ വെച്ചിട്ട് അതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇത്തവണ ഞാൻ 3 നമ്പർ വെച്ചിട്ടുണ്ടേ. 1 2 3 കാണുന്നുണ്ടോ? ശരിക്കും ജസ്റ്റ് ഇപ്പൊ ശരി. 1 ഇത് 1 ഇത് 2 ഇത് 3. ഓക്കെ, നമ്പർ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. സാറിന് ഇതിൽ ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള ഒരെണ്ണം നന്നായിട്ട് റിലാക്സ് ചെയ്യാ. നന്നായിട്ട് റിലാക്സ് ചെയ്യാ. എന്നിട്ട് പറഞ്ഞാൽ മതി. പറയാലേ? പറഞ്ഞോ. 3. ഞാൻ പറയുന്നത് സാറിന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, സ്വിച്ച് ചെയ്യണമെങ്കിൽ സ്വിച്ച് ചെയ്യാം, വേണമെങ്കിൽ വീണ്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയരുത്, ഒരിക്കലും പറയരുത്. ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം.
സാറിന്റെ മൈനർ ഫുൾ കംപ്ലീറ്റ്ലി യുവർ ചോയ്സ്. വേണ്ട. വേണ്ട, ഇതന്നെ മതി. ഞാൻ പറഞ്ഞിട്ടില്ല സാറിന്, ഞാൻ ആദ്യമായിട്ട് കാണണേ. ഓക്കെ ആണ്, ഹാപ്പിയാണ്, 3 ഹാപ്പിയാണ്. എനിക്കറിയായിരുന്നു സാറ് 3 പറയുള്ളൂ എന്ന്. ഇത് കണ്ടോ, ഞാൻ ഇതിനൊരു കവർ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. 1, 2 ഇത് കണ്ടോ, ഇത് 2 ബ്ലാങ്ക് ആണ്. ഇതിന് 2 മടക്കുണ്ട്. അതിൽ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. നമ്മളുടെ 3ാമത്തെ കാർഡ് കാണുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോ ഇതെല്ലാം എന്റെ ഫോഴ്സിങ് ആണ്. ഇനി നമ്മൾ ആദ്യമായിട്ട് സ്മിത മാമിന് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്മിത മാം, എന്റെ ഇൻസ്റ്റാഗ്രാം ആർക്കും അറിയുന്നവരൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. അൻസാർ അബ്ബാസ് എന്നാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പേര്. ഒരു നീലക്കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു ചുള്ളൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അൻസാർ അബ്ബാസ് അടിച്ചു കൊടുക്കാൻ തന്നെ കിട്ടേണ്ടതാണ്. ഇൻസ്റ്റാഗ്രാം ആർക്കെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നവരുണ്ടോ? ഹലോ, എല്ലാവരും ഉറങ്ങിയാ? നോക്കട്ടെ തീരെ സമയമില്ലാത്തവരുണ്ട്. ഞാൻ നല്ല സ്പീഡിലാണ് എഴുതണ്ടേ. അൻസാർ അബ്ബാസ് എന്നാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ടിന്റെ പേര്. ഒരു നീലക്കോട്ടിട്ട ഒരു പാവപ്പെട്ട ഒരു ചുള്ളൻ ഇരിക്കുന്നുണ്ടാകും. ഞാൻ സ്റ്റോറിയില് ഇന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു നമ്പർ ഇങ്ങോട്ട് വന്നു. ഞാൻ ആ നമ്പർ അവിടെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടായിരുന്നോ? ഇനി സ്മിത മാം അനൗൺസ് ചെയ്യാം, ആ നമ്പർ അനൗൺസ് ചെയ്യാം. സ്മിത മാമിനെ അനൗൺസ് ചെയ്യാം. ഞാൻ വിചാരിച്ച നമ്പറാണോ? അല്ല, സ്മിത മാമിന് ലാസ്റ്റ് ഒരു നമ്പർ കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്തേ. ഞാൻ വലിയ ഇതിൽ നിക്കട്ടാ, ഈ ഹൈപ്പ് പൊട്ടിക്കരുത്. ഇനി പറഞ്ഞോ. 1089. താങ്ക് യു ഓൾ. എങ്ങനെയാണ് എന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയായിരുന്നോ? അതന്നെയാണോ നമ്പർ? ഷെയർ ചെയ്യുന്നുണ്ട്. 1089 ആണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. അപ്പോ നമ്മൾ ഈ ചുരുങ്ങിയ സമയത്ത് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു വേദി പെർഫോം ചെയ്യാൻ തന്ന വിംബിൾ ടീമിനും നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഫൈസൽ സാറിനും എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. താങ്ക് യു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് വിനീതമായി. ഒരു വണ്ടർഫുൾ മോർണിംഗ് തന്നതിന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു അടിപൊളി പെർഫോമൻസ് നടത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അൻസാർ അബ്ബാസ് സാറിന്റെ എപ്പിസോഡ് വരുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. എന്തെങ്കിലും പാരണിക്കൊണ്ട് ആയിരിക്കും വരുന്നത് ക്ലാസ്സില്. മൈൻഡ് റീഡിങ്ങും സംഭവങ്ങളൊക്കെ അല്ലേ, അപ്പൊ ഒരു ടെൻഷനാണ്. എന്നാലും അടിപൊളിയായിരുന്നു പെർഫോമൻസ് ഒക്കെ. അപ്പൊ താങ്ക് യു. ഇനി നെക്സ്റ്റ് നമ്മളുടെ ഈ 200 ദിവസത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേർണിയില് നമ്മളോടൊപ്പം നിന്ന നമ്മുടെ പ്രിയപ്പെട്ട ട്രെയിനേഴ്സ്, നമ്മുടെ മോർണിംഗ് സർക്കിളിന്റെ ഹാർട്ട് ആണെന്ന് പറയാം നമ്മുടെ ട്രെയിനേഴ്സ്. അപ്പോൾ ഈ ട്രെയിനേഴ്സിനോട് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരു മോർണിംഗ് സർക്കിളിൽ വന്ന് ഒരുപാട് ട്രെയിനേഴ്സ് നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ടല്ലേ. അപ്പൊ നമ്മുടെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഓരോ ദിവസവും ഭയങ്കര പാഷനേറ്റ് ആയിട്ടും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് നമ്മുടെ ട്രെയിനേഴ്സ് വരുന്നത്. അപ്പോ ട്രെയിനേഴ്സിന് എന്താണ് ഈ ഒരു മോർണിംഗ് സർക്കിളിൽ വന്നിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് എന്താണ് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടായോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ്, ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മൊമെന്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിനേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ കുറച്ച് ട്രെയിനേഴ്സ് ഒക്കെ നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരാറ് സീന മാം, മാമിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. താങ്ക് യു സജന മാം, എന്നെ ഈ ഒരു ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു വിംബിൾ അക്കാഡമിയോട്, സജന മാമിനോട്, ഫൈസൽ സാറിനോട്, എല്ലാവരോടും. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു മോർണിംഗ് സർക്കിളിൽ ഞാൻ എത്തിയത് 100ാമത്തെ എപ്പിസോഡിന്റെ കുറച്ച് മുന്നോടിയായിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ ശരിക്കും നിസാർ സാർ വഴിയാണ് ഞാൻ എത്തിയത്. ഫൈസൽ സാറിന് മെസ്സേജ് അയച്ചു. അങ്ങനെ ഇതിൽ എത്തിപ്പെടാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ.
കാരണം ഇതിലെത്തിയതിന് ശേഷം വളരെ എൻ്റെ എൻ്റെ ഒരു ലക്ഷ്യം എന്താണ്, അത് വളരെ എന്താണ് നമുക്ക് ഈ ഒരു മേഖലയെ വളരെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി കൊണ്ടുപോകാൻ സാധിച്ചത് ശരിക്കും വിംബിൾ അക്കാഡമിയിൽ എത്തിയതിന് ശേഷമാണ്. അതുവരെ ഒരു ടീച്ചിങ് എന്നുള്ളതിൽ നിന്ന് മാത്രം ആ ഒരു രീതിയിൽ ഇങ്ങനെ പോകുമ്പോഴേ എനിക്ക് കുറച്ചുകൂടെ എന്തൊക്കെയോ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് തിരിച്ചറിയുന്നത് വിംബിൾ അക്കാഡമിയിൽ എത്തിയതിന് ശേഷമാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പിന്തുണയാണ് ഓരോ മെമ്പേഴ്സും എല്ലാ മെമ്പേഴ്സിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നല്ല കൂട്ടായ്മ നമ്മൾ എപ്പോഴും വളർത്താൻ സാധിക്കും. എല്ലാവർക്കും തന്നെ ആ ഒരു നല്ല വളർച്ചയാണ് ശരിക്കും നമ്മൾ ഓരോരുത്തർക്കും ഇതിൽ എത്തിപ്പെട്ടതിന് ശേഷം എല്ലാവർക്കും ഒന്ന് താഴോട്ടല്ല എല്ലാവരും പോയിട്ടുണ്ടാവും. എല്ലാവരും ഉയർന്ന് പടിപടിയായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഏവർക്കും തോന്നുന്നത്. അത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അത് ഇത് കൂടാതെ തന്നെ നല്ല നല്ല ബന്ധങ്ങൾ ശരിക്കും എത്രയോ പേരെ നമ്മൾ ഇതുവരെ അറിയാത്ത, ഇപ്പോൾ അൻസാർ സാറിന്റെ ആ ഒരു ഇത് നമ്മളിങ്ങനെ കാണാറുണ്ട് പലരും ചെയ്യുന്നു. പക്ഷെ എനിക്ക് അത് ശരിക്കും നേരിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ വിചാരിക്കുക അതെന്തായിരിക്കും എന്നുള്ളതേ. അങ്ങനെയൊക്കെ നല്ല നല്ല അനുഭവങ്ങൾ ഓരോ ദിവസവും നല്ല നല്ല അനുഭവങ്ങളാണ് വിംബിൾ അക്കാഡമിയിലൂടെ ഓരോ ട്രെയിനേഴ്സും അല്ലെ അതിൽ ക്ലാസ് എടുക്കുന്ന എല്ലാവരും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോഴും നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു എക്സ്ട്രാ സബ്സ്റ്റി കിട്ടുമ്പോൾ എപ്പോഴും ഒരു എന്താ പറയാ വലിയ താല്പര്യം ഉണ്ടാവാത്ത കേസാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് സബ്സ്റ്റി കിട്ടുമ്പോൾ ഒരു ഒരു പിന്നെ ടെൻഷനും ഉണ്ടാവാറില്ല, കുട്ടികൾക്ക് ബോർ ഉണ്ടാവില്ല. കാരണം ഇങ്ങനെയുള്ള നമ്മളെ ട്രെയിനേഴ്സിന്റെ ഏതെങ്കിലും ഒരു ക്ലാസ്സിന്റെ നല്ല നല്ല പോയിന്റ്സ് ഒക്കെ അവർക്ക് പറയുമ്പോൾ ഒരു 5 മിനിറ്റ് അത് കൊടുത്തുകൊണ്ട് എൻ്റെ ടോപ്പിക്കിലേക്ക് കയറുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു വൈബ്, സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് ന്യൂജൻ മക്കളാണ്, പക്ഷെ അവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരുപാട് കണ്ടന്റ് ഇതിലൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നല്ല നല്ല ഇൻഫർമേഷൻ ആണ് വിംബിൾ അക്കാഡമിയിലെ ഈ മോർണിംഗ് സർക്കിളിലൂടെ ലഭിക്കുന്നത്. വളരെ സമയം വൈകി, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇത്തരം നല്ലൊരു ആശയം ഉദിച്ച അത് അവരെ നമ്മൾ പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു നല്ലൊരു ആശയത്തിന്റെ ആളും അതുപോലെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സജന മാമിനും ഇതിന്റെ ഇന്നത്തെ ഈ ഒരു ഇത് എല്ലാം നല്ല വളരെയേറെ ഒരു നല്ല പോഡ്കാസ്റ്റും അതെല്ലാം നല്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതിനൊക്കെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനിയും നമുക്കിത് മുന്നോട്ട്, അതായത് 200 അല്ല 1000 അല്ല 10,000 അങ്ങനെ നമുക്ക് ഇത് നീണ്ടു മുന്നോട്ട് പോവാൻ കഴിയട്ടെ എന്ന് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സജന മാം, താങ്ക് യു വിംബിൾ അക്കാഡമി ആൻഡ് ഓൾ ടീംസ്. താങ്ക് യു സോ മച്ച് സീന മാം. ഇനിയും ഒരുപാട് ട്രെയിനേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഫവാസ് സർ. Thank you, Sajana ma'am. Thank you, Faisal sir, and all the Wimble team. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നതിന്. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാല് ഞാൻ അൻസാർ സാറാണെങ്കിലും ലിറ്റ്ന മാം വഴിയാണ് ഇങ്ങനെ വിംബിൾ ടീമിൽ വരുന്നത്, മോർണിംഗ് സർക്കിളിൽ വരുന്നത്. അങ്ങനെ ഇവിടുത്തെ ക്ലാസ്സുകൾ കണ്ട് ഒരുപാട്, ഇവിടെ UAE നിന്നാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. UAE ടൈം ശരിക്കും 4 മണിക്കാണ് മോർണിംഗ് സർക്കിള്, നാട്ടിലെ ടൈം 5:30 അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടുന്ന് ഒരു ദിവസം അറ്റൻഡ് ചെയ്തു. അപ്പോൾ കണ്ടത് സത്യം അർച്ചന മാമിന്റെ ഒരു ക്ലാസ്സിലാണ് ഞാൻ ഇവിടെ വരുന്നത്. ആ ക്ലാസ്സിൽ ഒരു 1 മണിക്കൂറിന് മേലെ 1.5 മണിക്കൂറോളം ആ ക്ലാസ് കേൾക്കുകയും വളരെ നല്ല സെഷൻ ആയിരുന്നു. അതില് പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ടീം, അതുപോലെ നമ്മളെന്ത് കാര്യങ്ങൾ പഠിക്കാനും നമ്മളുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ വിംബിൾ നിന്ന് TTT കോഴ്സിനെ കുറിച്ച് അറിയുന്നത്, ട്രെയിൻ ദ ട്രെയിനർ എന്ന കോഴ്സിനെ കുറിച്ച് അറിയുകയും ഒരുപാട് കോഴ്സിൽ ജോയിൻ ചെയ്യുകയും അവിടെയൊക്കെ പൈസ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ഒന്ന് ചിന്തിച്ചിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോ ഫീസാണെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടൊരു ഫീസും. അപ്പോൾ കോയാലിപ്പോ ഇത്രയൊന്നും ഉണ്ടല്ലോ എന്നുള്ളൊരു ധാരണയിലാണ്ട് ചേർന്നു. അങ്ങനെ ചേർന്നപ്പോഴാണ് മനസ്സിലായത് ശരി എന്തെങ്കിലും ഫീസ് വാങ്ങി ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു വിടുകയില്ല.
നമ്മൾ വിമ്പിൾ വന്നാൽ നമ്മൾ അവിടുന്ന് പോകുന്നില്ല, തിരിച്ചു പോകുന്നില്ല, നമ്മളവിടെ ഫാമിലി മെമ്പറാണ്. പിന്നെ അവിടെ നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ സാറുമായിട്ടാണെങ്കിലും നമ്മുടെ ടീംമേറ്റ്സ് ആണെങ്കിലും നമ്മുടെ മെന്റേഴ്സ്, നമ്മുടെ അർച്ചന മാം ഇവിടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ ഒരു മെന്ററാണ്. ഇവിടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന മെന്റർ. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ പ്രത്യേകം താങ്ക്സ് പറയാണ് അർച്ചന മാമിനോട് കൂടി ഫൈസൽ സാറിനോടും. അപ്പോ നമ്മൾ ആ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്താൽ നമ്മൾ സക്സസ് ആകുന്നത് വരെ നമ്മൾ നിരന്തരം പുഷ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ടാസ്ക് ചെയ്യുന്നതിലാണെങ്കിലും. അങ്ങനെ ഇവിടെ വന്ന് എൻ്റെ ഒരു ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കുറച്ച് ആളുകളും കൂടി ക്ലാസ് വെക്കണം, സംസാരിക്കണം എന്നുള്ളത്. ട്രെയിനേഴ്സിൽ വന്ന് ആ ഒരു കഴിവ് വളർത്തിയെടുക്കാൻ അവസരം തരികയും മോർണിംഗ് സർക്കിളിൽ സത്യം പറയാൻ 3 ക്ലാസ് എടുക്കുകയും ചെയ്തു. തുടക്കത്തില് 2 വാക്ക് സംസാരിക്കാൻ തന്നെ കഷ്ടപ്പെട്ടിരുന്നിടത്ത് നിന്ന് 3 ക്ലാസ് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു വിജയമാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു അൻസാർ സാറിന്റെ ഒരു സെഷൻ, വളരെ മനോഹരമായ ഒരു സെഷൻ ഇവിടെ അവതരിപ്പിച്ചപ്പോ ഒരു മോർണിംഗ് സർക്കിളിൽ ജസ്റ്റ് ഒരു പാർട്ടിസിപ്പന്റ് ആയി വന്ന ഞങ്ങള് ഇന്നിപ്പോ അൻസാർ സാറിന്റെ ഒരു സെഷൻ, വളരെ മനോഹരമായ സെഷൻ ഇവിടെ കണ്ടപ്പോ ഫൈസൽ സാർ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ വിജയിക്കാൻ വേണം, നമ്മൾ കൂടെയുള്ളവരെ വിജയിക്കണം, നമ്മൾ പരിചയപ്പെടുന്നവരെ വിജയിക്കുകയും വേണം എന്നുള്ളത്. അതാണ് ഇവിടെ മോർണിംഗ് സർക്കിളിന്റെ ഒരു പാർട്ടിസിപ്പന്റ് വന്ന അൻസാർ സാറിന് പോലും ഇവിടെ ഒരു വലിയൊരു സെഷൻ വിമ്പിളുടെ ഒരു ഭാഗമായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വന്ന ആള് ഇന്ന് ഇതിന്റെ ഭാഗമായി എന്നുള്ളത്, ഇത് ഓഫ്ലൈൻ സെക്ഷനും കൂടി എടുത്തുകൊണ്ട് വലിയൊരു അച്ചീവ്മെന്റ് എന്ന് തന്നെ പറയാം. അതും കേവലം 2 മാസം ഇതിന്റെ. ഇനിയിപ്പോ ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് പേർക്ക് വിമ്പിൾ വഴി സക്സസ് നേടിയെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ വിശ്വാസമുണ്ട്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നമുക്ക് ഈ സർക്കിൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പിന്തുണ, നമ്മുടെ ഉത്തരവാദിത്തം, പ്രചോദനം, നമ്മുടെ പങ്കിട്ടുകൊണ്ട് നമ്മൾ നേടിയെടുത്ത പഠനം എല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം. താങ്ക് യു സോ മച്ച് പവ സർ. UAE-ന്നാണ് മിക്ക ദിവസവും ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്തത് നമ്മളുടെ മോർണിംഗ് സർക്കിളിന്റെ ആത്മാവ് ആരാന്നറിയോ? ആത്മാവ്, സോൾ ഓഫ് ദി മോർണിംഗ് സർക്കിൾ ആരായിരിക്കും? നമ്മളെ പാർട്ടിസിപ്പൻസ്. നമ്മുടെ പാർട്ടിസിപ്പൻസ്. അപ്പോ എന്താണ് പാർട്ടിസിപ്പൻസിന്റെ ഒരു എക്സ്പീരിയൻസ്? ആരെങ്കിലൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാ. എന്താണ് നമ്മുടെ മോർണിംഗ് സർക്കിളിലുള്ള ഒരു എക്സ്പീരിയൻസ് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ഗുഡ് മോർണിംഗ് സജന മാം. ഗുഡ് മോർണിംഗ് ഗോപി മാം. ഓക്കെ, ശരിക്കും ഞാനിങ്ങനെ റെഡി ആയിരിക്കുമായിരുന്നേ. അതായത് എന്താണ് ഒന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് വേണമല്ലോ അല്ലേ നമ്മളതൊന്ന്. അപ്പൊ ആ വേർഡ് ഞാനിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നേ, അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അല്ലേ സജിന മാം? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അതായത് നമ്മൾ ഓരോരുത്തരും സോൾമേറ്റ്സ് ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ, നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പം ശരിക്കും ഞാൻ ഇവിടെ വന്നത് ഒരു സോൾ പർപ്പസ് തന്നെയായിരുന്നു എന്ന് ഞാൻ ഓരോ ദിവസവും തിരിച്ചറിയാണ് കേട്ടോ. അതായത് ഞാൻ ശരിക്കും 3 മണി ഒരു കറക്റ്റ് ടൈമില്ല, എപ്പോ വേണേലും ഇങ്ങനെ എഴുന്നേക്കും, വെളുപ്പിനെയൊക്കെ ചാടി എഴുന്നേക്കും. പക്ഷേ ഇപ്പൊ ഒരു കറക്റ്റ് ടൈം, നമുക്കൊരു ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനൊക്കെ റീസൺ നമ്മുടെ വിമ്പിൾ അക്കാദമിയാണ്. ഞാൻ അറിയാതെയാണെങ്കിലും ഫൈസൽ സാറിനെ എല്ലാ ദിവസവും ഓർക്കും കേട്ടോ, പ്രാർത്ഥനയിൽ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ ഈ വിമ്പിൾ അക്കാദമി ശരിക്കും ഒരു റീസൺ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വരാൻ കാരണം നമ്മുടെ അർച്ചന മാമാണ്. അതായത് അർച്ചന മാം ഞങ്ങൾ ഒരുമിച്ചൊരു കോഴ്സ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെയാണ് ഈ ഗ്രൂപ്പിൽ വന്നത്. ശരിക്കും ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒത്തിരി ഇതാവുന്നതല്ല. പക്ഷെ ഈ ഓരോ ഇത് കേൾക്കുമ്പോഴും ഞാൻ ശരിക്കും തിരിച്ചറിയുന്നുണ്ട് അതൊരു സോൾ പർപ്പസ് തന്നെയായിരുന്നു ഞാൻ ഇവിടെ വന്നതെന്ന്. ഇപ്പൊ സജന മാം ആ വേർഡ് പറഞ്ഞപ്പം ശരിക്കും അത് ഹാർട്ട് ടച്ചിങ് ആണ് കേട്ടോ. പിന്നെ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല. എല്ലാത്തിനും ദൈവത്തിനോട്, യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ മെമ്പേഴ്സിനും ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു കേട്ടോ. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, പക്ഷെ എല്ലാം നമ്മളിങ്ങനെ ഞാനിങ്ങനെ ചുരുക്കാണ്. അതായത് നിങ്ങളെല്ലാവരും ഭയങ്കര ഹൈ ആയിട്ടുള്ള എനർജീസ് ആണ്, അത് ഞാൻ തിരിച്ചറിയുന്നു. ഇപ്പൊ എല്ലാവർക്കും നല്ല ലൈഫും
നല്ല ഓരോ സെക്കൻഡും നിങ്ങളുടെ ലൈഫിലെ ഓരോ സെക്കൻഡും നന്നായിട്ട്, അതായത് നമ്മുടെ സോളിന്റെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാൻ ജഗദീശൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സുജന മാം, എല്ലാവർക്കും കേട്ടോ, അർച്ചന മാം, ഫൈസൽ സാർ, നിസാവ് സാർ, ഒത്തിരി പേരുണ്ട്, എല്ലാവർക്കും താങ്ക് യു കേട്ടോ. അതായത് നമ്മൾ ഏതൊരു ഗ്രൂപ്പിൽ ചെന്ന് പെടണമെന്ന് തന്നെ ഒരു തീരുമാനമുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. നമ്മൾ ഓരോ സ്ഥലത്തും ചെന്ന് വിടുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവിടെ എത്തിപ്പെട്ടു, അത് ആരുടെ തീരുമാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ചിലപ്പോൾ നമ്മുടെ വാക്കുകളെക്കാളൊക്കെ അപ്പുറമായിരിക്കും അത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാം എൻ്റെ ഈ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി. താങ്ക് യു വൺസ് മോർ. താങ്ക് യു സോ മച്ച് ബോബി മാം. മാമിന്റെ വാക്കുകൾ കേട്ടപ്പോ ഭയങ്കര എന്താ പറയാ, പുളിരി കയറുന്ന പോലെയാണ് തോന്നി. അങ്ങനെ അപ്പൊ ഇനി നമുക്ക് ടൈം ചെറിയൊരു കാര്യം പറയട്ടെ, പറഞ്ഞു. പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ മോർണിംഗ് സർക്കിൾ ഇപ്പൊ സ്ഥിരം ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന കാര്യം, ഈ നമ്മുടെ ബോബി മാം ആണെങ്കിലും ചന്ദ്ര മാം ആണെങ്കിലും സൂസൻ മാമും ഇവരുടെ ഒരു ഫീഡ്ബാക്ക് കേൾക്കാൻ ഒരു പ്രത്യേക ഒരു എനർജിയാണ്. ബോബി മാമിന്റെ സംസാരത്തിലുള്ള ഒരു അത് കേൾക്കാൻ തന്നെ ഒരു രസമാണ്. നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ നമ്മളൊരു അത് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഇരിക്കാറുണ്ട്. അതുപോലെ സൂസൻ മാമും ഇവരൊക്കെ ഇരിക്കുമ്പോൾ അവർ ക്യാമറ ഓൺ ആക്കിയിട്ട് ആ ഒരു പ്ലസന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജിയാണ്. നമ്മൾ നേരത്തെ സജൻ മാം പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു മൂത്ത ആള് പറഞ്ഞ പോലെ ദിലീപിന്റെ ഒരു സിനിമ ഉണ്ട് മഴത്തുള്ളി കിലുക്കുന്നത്, അതിൽ അമ്മമാര് ഒരു ഇതുണ്ടല്ലോ, അതുപോലെയാണ് ഇവരെ കാണുമ്പോൾ നമ്മളെ ഫീൽ. നമ്മളൊരു ഫാമിലി പെട്ട ഒരു ആളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. എന്നും അവരെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇതാണ്. ഇപ്പൊ സൂസൻ മാം ഇത് ഇന്നില്ലാന്ന് തോന്നുന്നു, നാട്ടിൽ വന്നതുകൊണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ നമ്മള് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ ഈ ചാൻസ് മിസ് ചെയ്യുന്നില്ല, ഞാൻ കേറുന്നുണ്ട്. ഐ തിങ്ക് എവ്രി വൺ വാണ്ട്സ് ടു എൻഡ് ദ ടൈം ആയി. ഞാൻ പറയാ, ദറ്റ് ഈസ് ഇറ്റ്സ് വെരി വെരി പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഇതാണ്. ഞാൻ ഈ മോർണിംഗ് സെഷനിൽ കയറുമ്പോൾ നമുക്ക് തോട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എൻ്റെ ഒരു ഇതും ഇപ്പത്തെ ഒരു ഇവിടെ എന്തായാലും യങ്സ്റ്റേഴ്സ് ഒരുപാട് ഉണ്ടാവും. ഈ യങ്സ്റ്റേഴ്സിന്റെ തോട്ട് പ്രോസസ്സ്, യങ്സ്റ്റേഴ്സ് എങ്ങനെയാണ് ഇത്, ആൻഡ് ലോട്ട് ടു ലേൺ എന്നുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് അൺഎൻഡിങ് ലേണിംഗ് പ്രോസസ് ആണ്. സോ ഇതിൽ കൂടെ നമ്മൾ പോയിരിക്കണം. സോ ലേണിംഗ് ഒരു ഉദ്ദേശം കൊണ്ട് ഞാൻ കയറാറുണ്ട്. ഇന്നിപ്പോ ഞാൻ ഡിസൈഡ് ചെയ്ത ഒരു കാര്യം, എല്ലാവരെയും എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രം ഇന്ന് ഐ തോട്ട് മലയാളത്തിൽ തന്നെ സംസാരിക്കണം, എനിക്ക് അറിയുന്ന മലയാളത്തിൽ സംസാരിക്കുക പറഞ്ഞിട്ടാണ്. താങ്ക്സ് എ ലോട്ട്. വിൽ കീപ് കണ്ടിന്യൂയിങ് അവർ റിലേഷൻഷിപ്പ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾക്ക് ടൈം ആയി തുടങ്ങി. അപ്പൊ നമുക്ക് എന്താണ് ഒരു കാര്യം പറയട്ടെ, നമ്മളുടെ ജാസ്മിൻ മാമിനെ വല്ലാതെ മിസ് ചെയ്യുന്നു അല്ലെ. ജാസ്മിൻ മാം നമ്മുടെ ഒരു നട്ടല്ലായിട്ടുണ്ടായിരുന്നാണ്. ഇപ്പൊ കുറച്ച് ബിസി ആയിട്ട്. അതെ, തുടക്കത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഷീബ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. മാം കുറെ നാളെത്തിയിട്ടൊന്ന് ജോയിൻ ചെയ്തതായിരുന്നു. ഭയങ്കര സന്തോഷമായി മാമിനെ കണ്ടപ്പോ. അതെ അതെ, ഷീബ മാം തുടക്കത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നാണ് മാം. വലിയ സന്തോഷം. ഇപ്പൊ നേരത്തെ ബോബി മാം പറഞ്ഞൊരു സോൾ കണക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് അനുഭവപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ. ഇപ്പൊ സത്യം പറഞ്ഞാല് ഞാന് പലർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഞാനിപ്പോ സർജറി ഒക്കെ ആയിട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് ഒരുപാട് വിംബിളിന്റെ ഈ ഒരു മോർണിംഗ് സൈക്കിളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത് സർജറി പരമായിട്ട്. അതുവരെ ഞാൻ ഒരുവിധം ആക്റ്റീവ് തന്നെ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട്, പക്ഷെ ഞാന് സത്യം പറഞ്ഞാൽ 1.5 മാസമായി സർജറി കഴിഞ്ഞിട്ട്. ആൻഡ് ഐ വാസ് ആക്ച്വലി തിങ്കിങ് ഓഫ് കമ്മിങ് ബാക്ക് ആഫ്റ്റർ 2 months ബ്രേക്ക്. പക്ഷെ 2 months പോയിട്ട് 1 മാസം പോലും എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 1.5 മാസത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു തിരിച്ചു വരവ് നടത്തിയത്. അത് എന്റെ സ്റ്റാറ്റസ് കണ്ടവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ അന്നേരം ഞാൻ ഈ 200ാമത്തെ എപ്പിസോഡ് ഇന്നാണെന്ന് ഞാൻ അറിയുന്നേ ഇല്ല. കാരണം ഞാൻ അത്രയും സ്ക്രീൻ ഞാൻ വിട്ടു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം വാട്സപ്പ് ഒക്കെ വളരെ അപൂർവം നോക്കാറുള്ളൂ. പക്ഷെ ഇന്നലെ ഞാൻ ഈ തിരിച്ചുവരവ് നടത്തി ഒരു വൈകിട്ടെങ്ങാണ്ടായപ്പോഴാന്ന് തോന്നുന്നു സജന മാം പേഴ്സണലി ഒരു നമ്മൾ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. 200ാമത്തെ എപ്പിസോഡ് ഇന്നെന്ന് കേട്ടപ്പോ സത്യത്തില് ഞാനത് സജന മാമിന് ഷെയർ ചെയ്തു. അപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും
ഇന്നലെ രാത്രി പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ കിടക്കുന്നത് നാളെ എങ്ങനെയെങ്കിലായിട്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു നിയത്ത് വെച്ചുകൊണ്ടാണെന്ന്. അത് ഇന്ന് രാവിലെ എനിക്ക് അലാറം പോലും വെക്കാതെ എനിക്ക് ഞെട്ടി എഴുന്നേൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വിഷയം. അത് തന്നെയാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. സോ ഐ എം സോ പ്രിവിലേജ്ഡ്, ഐ എം സോ ഹാപ്പി. ഈ ഒരു ഇന്നത്തെ ഈ ഒരു 26ാമത്തെ എപ്പിസോഡ് എനിക്ക് തുടക്കം മുതൽ ഈ നിമിഷം സംസാരിക്കുന്നത് വരെ എനിക്ക് പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത്. താങ്ക്സ് ടു ഫൈസൽ സർ ഫോർ സച്ച് ഒരു വിംബിൾ അക്കാഡമി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നത്. അത് നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന ഒരു കാര്യമാണ്. സാറ് എത്രത്തോളം ഇതിന്റെ ഒരു പിന്നില് നമ്മളെ ആരും കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോയത്. സോ താങ്ക് യു സർ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എല്ലാവരും സജ്ന മാമിന്റെ ആ ഒരു രാവിലെയുള്ള ആ ഒരു സംഭവമൊക്കെ നമുക്കറിയാം. ആൻഡ് താങ്ക്സ് ടു ഓൾ ഫോർ മേക്കിംഗ് ദിസ് 200 എപ്പിസോഡ്സ് പോസിബിൾ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഓൾസോ. താങ്ക് യു സോ മച്ച്. ഇതൊന്നും ഇതുപോലെ ഇതിനേക്കാളും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇനിയും 1000, 2000 അങ്ങനെയൊക്കെ ആയിട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. അടുത്തത് നമ്മളുടെ ക്ലോസിംഗ് സെറമണിയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ലിസ്ന മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ലിസ്ന മാം, വെൽക്കം. Thank you, ma'am. Good morning, everyone. It's my privilege to deliver the vote of thanks on behalf of our Wimble Academy as we conclude today's program. ഇന്ന് നമ്മുടെ വിംബിൾ അക്കാഡമി 200ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുന്ന വളരെ അതിമനോഹരമായ അതുല്യമായ ഒരു നിമിഷത്തിലാണ് അല്ലെ. ആക്ച്വലി ഇത് ഇത്രയും അർത്ഥവത്താക്കിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. സോ താങ്ക് യു ഓൾ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ആൻഡ് first and foremost, the Wimble Academy team, our director Faisal sir. Thank you, sir, for your continuous and thoughtful planning and the effort you put behind every single episode. Thank you, sir. And നമ്മുടെ ബാക്ക്ബോൺ മോർണിംഗ് സർക്കിളിന്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് യു നോ നമ്മുടെ സജ്ന മാം. ഇറ്റ്സ് ട്രൂലി ഇൻസ്പയറിംഗ് ആണ്. ആൻഡ് വാട്ട് ടു സേ, ഐ ഡോണ്ട് നോ, ഐ കാണ്ട് എനിക്ക് വാക്കുകളില്ല. ആക്ച്വലി ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മളെ ഓരോരുത്തർക്കും പോസിറ്റിവിറ്റി ഫിൽ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് സജ്ന മാം. സോ യുവർ ഡെഡിക്കേഷൻ ആൻഡ് കൺസിസ്റ്റൻസി ആർ ട്രൂലി ദ ബാക്ക് ബോൺ ഓഫ് ദിസ് മോർണിംഗ് സർക്കിൾ, സജ്ന മാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. ആൻഡ് ഇന്നത്തെ ദിവസം വളരെ മനോഹരവും അതിനോടൊപ്പം തന്നെ വളരെ കാം ആൻഡ് വാട്ട് ടു സേ നമ്മുടെ ആത്മീയതയിലോട്ട് നമ്മളെ കൊണ്ടുപോയ നമ്മുടെ സ്റ്റെഫി മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെഷൻ. വണ്ടർഫുൾ. ഇത്രയും വണ്ടർഫുൾ സെഷൻ മാമിന്റെ ആ ഒരു സ്പിരിച്വലി ആ ഒരു മെഡിറ്റേഷൻ കാരണം ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി വാട്ട് ടു സേ മീനിങ്ഫുൾ ഓൾസോ. സോ താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ആൻഡ് അവർ ടുഡേയ്സ് ഹൈലൈറ്റേഴ്സ് നമ്മളെ ആക്ച്വലി വളരെ അത്ഭുതപ്പെടുത്തിയതും ഒപ്പം തന്നെ നമ്മളെ അട്രാക്ട് ചെയ്ത് ആൻഡ് ആസ് വെൽ ആസ് ചിരിപ്പിച്ച ആൻഡ് നമ്മുടെ അൻസാർ സാറിന്റെ മെന്റലിസം പ്രോഗ്രാം. ഇറ്റ്സ് ഭയങ്കര വാർമിംഗ് ആയിട്ടുണ്ട് ഇന്നലെ. നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിരുന്നു അൻസാർ സാറിന്റെ ഒരു മെന്റലിസം. ആക്ച്വലി ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ടാലന്റ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഷോമാൻഷിപ്പ്, യു നോ. Thank you for making this 200th episode even more special. ആൻഡ് നമ്മളെ എപ്പോഴും നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് വരുന്ന നമ്മുടെ റവ് സർ ആൻഡ് ഓഫ് കോഴ്സ് അർച്ചന മാം ആൻഡ് സൈദ് സർ. എ ബിഗ് താങ്ക് യു ടു ഓൾ സൈദ് സർ ആൻഡ് റവ് സർ ആൻഡ് അർച്ചന മാം. ആൻഡ് ആക്ച്വലി ഈ നമ്മൾ ഈ റീച്ചിങ് 200th episode is not just a number, you know. Actually, it is a celebration of discipline, growth, and togetherness. So, let this milestone remind us that small, consistent, daily efforts can lead to big and lasting changes. നിങ്ങൾ ഇനിയും നിങ്ങളുടെ ഈ ഒരു തുടർന്ന് ഇനി നമുക്ക് ഇനി ഒരുപാട് വളരണം. ഈ 200 എന്നുള്ളത് അവിടെ ഇനി ഒരു സീറോസ് കൂടെ ആഡ് ചെയ്തിട്ട് 2000 ആക്കി മാറ്റാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. So thank you all. Thank you once again to everyone who has been a part of this wonderful journey. Here is to many more episodes and many more lessons. ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾക്ക് ഇനിയും ഒരുമിച്ച് വളരാം. So thank you all. Thank you so much. Thank you, Lishna ma'am.
അപ്പൊ നമ്മളുടെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് സ്പീച്ച് വിത്ത് മാം അടുത്ത് എന്തായാലും അടിപൊളിയായിരുന്നു. എനിക്ക് അപ്പൊ ഇനി തോന്നുന്നു നമ്മുടെ ഇനിയും ഒരുപാട് പേർക്ക് ഫീഡ്ബാക്ക് പറയാനുണ്ടാകും. അപ്പോ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇപ്പൊ 7:15 അപ്പോൾ ഇനി ബാക്കിയുള്ള ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയിക്കുക. ടെക്സ്റ്റ് അതേപോലെ തന്നെ വോയിസ് ആയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ അറിയിക്കാം അല്ലെ? ഒരുപാട് പേര് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഓൾ. പിന്നെ അവസാനമായിട്ട് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഫൈസൽ സാറിന് ഞാൻ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. ഈ ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സപ്പോർട്ടാണ് സാറ്. അപ്പൊ എന്താ പറയാ, സാറിന് എന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you, everyone. Thank you, sir. Thank you so much. താങ്ക് യു. Thank you. Thank you. Thank you.